സഹായിക്കട്ടെ. പകലിലെ ചിന്തയ്ക്കായി 2 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. സഖരിയ പ്രവചനം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളും, അതേ തുടർന്ന് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളും. ദയവായി പുസ്തകമുള്ള എല്ലാവരും തുറന്ന് പഴയ നിയമത്തിൽ സഖരിയ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുക. ആമേൻ, സ്തോത്രം. അതേ തുടർന്ന് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു. അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ കൂടെ ദയവായി വായിച്ചേ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനു ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. മതി. വളരെ ശ്രദ്ധയോടെ ഇതിനകത്തു നിന്ന് കേൾക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയും ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ വേഗത്തിൽ ഹല്ലേലൂയ ദൈവം തന്നൊരു ചിന്ത പങ്കുവെക്കുന്നു. വളരെ പ്രാർത്ഥിക്കണം. നിങ്ങൾ വ്യക്തിപരമായും സഭ ഒരുമിച്ചും ശക്തിയോടെ പ്രാർത്ഥിക്കണം. 2 വാക്യത്തിൻ്റെ അകത്തും നമുക്ക് മനസ്സിലാകുന്നത് ഒരു ദൈവജനത്തിന് അല്ലെങ്കിൽ ഒരു ദൈവ കുഞ്ഞിന് സർവശക്തനായ ദൈവം ഒരുക്കുന്ന ഒരു സംരക്ഷണയെ പറ്റിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്ന്, യെരൂശലേമിന് ചുറ്റും ദൈവം തീ മതിലായിരിക്കും, മതിലില്ലാതെ ഇടിഞ്ഞു കിടന്നാലും ഞാൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും. സ്തോത്രം, തീ മതിലായിരിക്കും എന്ന് സ്തോത്രം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. 2-ാമത് ഹല്ലേലൂയ ഇയ്യോബിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചത്. ഇയ്യോബിന് ചുറ്റും ദൈവം ഹല്ലേലൂയ വേലി കെട്ടിയതിനെ കുറിച്ച് സാത്താൻ ദൈവത്തോട് പറയുക, നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു, വെറുതെയാണോ അവൻ ഭക്തനായിരിക്കുന്നത്? വളരെ സന്തോഷത്തോടെ കേൾക്കണേ. ഹല്ലേലൂയ ചിരിച്ച മുഖത്തോടൊക്കെ ഒന്ന് കേൾക്കണേ. ഹല്ലേലൂയ അതാണ് അനുഗ്രഹം. സഹോദരന്മാരൊക്കെ ഉണർവോടെ കേൾക്കണം. ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ 2-ന്റെ അകത്തും ഒരു ദൈവ പൈതലിനെ ദൈവം സൂക്ഷിക്കുന്ന, അഥവാ ഒരു ദൈവജനത്തിന് ദൈവസഭയ്ക്ക് ദൈവം കൊടുക്കുന്ന സംരക്ഷണം, ദൈവത്തിന്റെ ഉത്തരവാദിത്വം എന്നൊക്കെ പറയാം. തൻ്റെ ജനത്തോടുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ദൈവം ഹല്ലേലൂയ ഒരു ജനത്തിന് തീ മതിലായിരിക്കും എന്ന് പറയുമ്പോൾ, 2 ഒരു കുടുംബത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി സൂക്ഷിക്കും എന്ന് പറയുമ്പോൾ അത് ദൈവം ചെയ്യുന്ന ഒരു അസാധാരണ പ്രവൃത്തിയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കുറച്ച് ആശയങ്ങൾ എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ വലിയൊരു പ്രസംഗമായിട്ടല്ല ഞാനിത് പറയുന്നത്. പലപ്പോഴും ചില ഹല്ലേലൂയ തടസ്സങ്ങൾ മാറി മുമ്പിലേക്ക് പോകണം. നമുക്ക് ചില വിഷയങ്ങൾക്കകത്ത് പരിഹാരങ്ങൾ വരണം. അതുകൊണ്ട് ഈ വചനം നമ്മൾ കേട്ട് ഹല്ലേലൂയ വെറുതെ കളയരുത്. നമ്മുടെ അകത്ത് ഹല്ലേലൂയ വീണേ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണമേ. ഇവിടെ ഹല്ലേലൂയ 2ഉം സംരക്ഷണം. ദൈവം ഒരുക്കുന്ന മതിലെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഈ മതിലിനെ പൊളിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹല്ലേലൂയ മനുഷ്യൻ ഒരുക്കുന്ന മതിൽ, മനുഷ്യൻ സംരക്ഷണത്തിനായി ഒരുക്കുന്ന ഏത് മതിലും ഹല്ലേലൂയ മറ്റൊരു മനുഷ്യൻ, തനിക്ക് ബലമുള്ള ഒരു മനുഷ്യൻ വിചാരിച്ചു കളയാൻ പറ്റും. പക്ഷേ ഹല്ലേലൂയ ദൈവം തൻ്റെ ജനത്തിനു ചുറ്റും ഒരുക്കുന്ന, ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്കായി ഒരുക്കുന്ന മതിലിനെ തകർക്കാൻ ഒരു ഹല്ലേലൂയ ശക്തിക്കും കഴിയത്തില്ല എന്ന ചിന്ത അതിശക്തമായ നമ്മുടെ അകത്ത് വേണം. ആ ചിന്ത വച്ചുകൊണ്ട് വേണം നമ്മൾ ഹല്ലേലൂയ ഈ സന്ദേശം നമ്മൾ കേൾക്കാനായിട്ട്. ഹല്ലേലൂയ ഇവിടെ നിങ്ങൾ ഹല്ലേലൂയ മനസ്സിലാക്കിയാൽ, പിശാച് ദൈവത്തോട് ഹല്ലേലൂയ ചോദിക്കുകയാണ്, വെറുതെയാണോ ഹല്ലേലൂയ അവൻ ഭക്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഭാഗം അറിയാം. വചനം അറിയാന്നുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിശാച് കിണഞ്ഞ് പരിശ്രമിച്ചു, ഇയ്യോബിന്റെ വീടിന് ചുറ്റും നടന്നു. ഹല്ലേലൂയ അവൻ ശ്രമിച്ചു, അലറുന്ന സിംഹം പോലെ ചുറ്റി നടന്ന് അവൻ പരിശ്രമിച്ചു. ഒന്ന് ഇയ്യോബിനെ തൊടണം, ഒന്ന് ഇയ്യോബിന്റെ ഹല്ലേലൂയ വിഷയങ്ങളെ, തലമുറയെ തൊടണം, തൻ്റെ കുടുംബത്തെ ഒന്ന് തകർക്കണം എന്ന ആശയോടെ വളരെ ബന്ധപ്പെട്ട് ചുറ്റും കറങ്ങി നന്നായിട്ട് അവൻ ശ്രമിച്ചു. പക്ഷെ അവന് തൊടാൻ കഴിഞ്ഞില്ല. അവൻ തിരിച്ചറിഞ്ഞു, ദൈവം ഹല്ലേലൂയ തീ മതിലായി ഈ ഭവനത്തിന് ചുറ്റും നിൽക്കുക. ഹല്ലേലൂയ പിന്നെ ഈ സാത്താന് ഇനി അകത്ത് കടക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഈ വേലി പൊളിയുക എന്നതാണ്. ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഈ സന്ദേശം എടുക്കണമേ. ഈ വേലി പൊളിയുക എന്നതാണ്. ഒരു ദൈവ പൈതലായ ഞാൻ ഈ വേലിക്കകത്ത് നിൽക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദൈവസഭയെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചാൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. അതിൻ്റെ അകത്ത് ഹല്ലേലൂയ നിൽക്കുക എന്നതാണ്
നമ്മുടെ കടമ. ആമേൻ, ഹല്ലേലൂയ. വെറുതെ അവൻ ഭക്തനായിരിക്കുന്നെന്ന് ഇയ്യോബ് പറയുമ്പോൾ തിരിച്ചറിയുക, എന്തുകൊണ്ട് ഇയ്യോബിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ വേലി എന്ന് ചോദിച്ചാൽ, ഇയ്യോബ് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിന്റെ ഭക്തനാണ്, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവനാണ്, ദൈവത്തിന്റെ മകനാണ്. ഞാനും നീയും ഉറപ്പിച്ച് ദൈവ പൈതലെന്ന് പറയാൻ പറ്റുമെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ഒരു കാരണവശാലും ആമേൻ, നിനക്ക് ചുറ്റും ദൈവം കെട്ടിയ വേലിയെ പൊളിച്ച് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ആമേൻ പലതിനെയും ഭയമാണ്, പല വിഷയങ്ങളെയും ഭയക്കുന്ന വിശ്വാസികൾ ആമേൻ, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്തുണ്ട്, ആകുലപ്പെടുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിനക്ക് തീമതിലായിരിക്കുമ്പോൾ ആമേൻ, ദൈവം നിന്നെ വേലി കെട്ടി സൂക്ഷിക്കുമ്പോൾ ഒരു ശത്രുവിനും അകത്ത് വന്ന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഒരു ആഭിചാരത്തിന് തൊടാൻ പറ്റത്തില്ല, മന്ത്രവാദത്തിന് തൊടാൻ പറ്റത്തില്ല, ദുഷ്ട മനുഷ്യന്റെ പ്രവർത്തികൾക്ക് കഴിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്ക്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭയന്ന് ജീവിക്കരുത്. നീ ആയിരിക്കുന്ന ഹല്ലേലൂയ അവസ്ഥ തിരിച്ചറിയണം. ഇയ്യോബിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിച്ച വാക്യത്തിൽ ശ്രദ്ധിച്ചു, പിശാച് പറയുന്നത് നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. ഒന്ന്, ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. രണ്ട് പറയുന്നത് അവന്റെ വീടിന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. മൂന്ന് പറയുന്നത് അവനുള്ള സകലത്തിലും വേലി കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാ വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? പിശാച് കണ്ട കാര്യം പറയുന്നു, ഇയ്യോബ് കാണാത്ത കാര്യം പറയുന്നു. ഒന്ന്, വളരെ ശ്രദ്ധിക്കണമേ, നിനക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. രണ്ട്, നിന്റെ വീടിന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. മൂന്ന്, നിനക്കുള്ള സകലത്തിന് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. എന്നാ ഭാഗ്യമാത്! അങ്ങനെ ഒരു പദവിയിൽ നമ്മൾ ജീവിച്ചാൽ, അങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിച്ചാൽ അത് എത്രമാത്രം അനുഗ്രഹമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനെയാ ഭയക്കുന്നേ? ഹല്ലേലൂയ. ശത്രുവിനെ മറന്നേക്ക്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. എന്നിട്ട് ഇന്ന് പറയണം, നിനക്ക് ഒന്ന്, നീ ആമേൻ തിരിച്ചറിയണം, നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു വേലിയുണ്ട്. രണ്ട്, നിനക്കുള്ളതെന്ന് പറയുമ്പോൾ നിന്റെ കുടുംബം, നിന്റെ തലമുറ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എവിടെയാ ആമേൻ സ്തോത്രം വേലി ആവശ്യം? നിന്റെ വസ്തുവാണോ, വാഹനമാണോ? നിനക്ക് ഉള്ളതെന്ന് പറയുന്നതിന്റെ ചുറ്റും ദൈവത്തിന്റെ വേലിയുണ്ട്. സ്തോത്രം. ആമേൻ. എനിക്ക് വലിയ സന്തോഷമായത്, വീടിന് പ്രത്യേകിച്ചൊരു വേലി, അവന് പ്രത്യേകിച്ചൊരു വേലി, സകലത്തിനും ചേർത്തൊരു വേലി. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ പേടിച്ചിരിക്കുക. സ്തോത്രം. അയ്യോ, അതുകൊണ്ടാണല്ലേ ഞാൻ എത്ര വിചാരിച്ചിട്ട് അവൻ അകത്ത് കിടക്കാൻ പറ്റാത്തതെന്ന്. ആമേൻ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, നീ ഉറങ്ങുമ്പോഴും നീ മയങ്ങുമ്പോഴും നീ ഒന്നും അറിയാതെ യാത്ര ചെയ്യുമ്പോഴും ഒന്നും അറിയാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഇന്ന് പകലും ഹല്ലേലൂയ ബലത്തോടെ ഇതിന്റെ അകത്തിരുന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ നീ തിരിച്ചറിയണം, ഒന്നും നിന്റെ അകത്ത് വരാൻ ശ്രമിക്കാത്തത് കൊണ്ടല്ല, ആമേൻ, തകർക്കാൻ പിശാചിന് ഇഷ്ടമില്ലാതിരുന്നത് കൊണ്ടല്ല, നിന്നെ അവൻ വെറുതെ വിട്ടത് കൊണ്ടല്ല, നിന്നെ അവൻ മറന്നത് കൊണ്ടല്ല, നിന്റെ വീടിനെ നോക്കാതിരുന്നത് കൊണ്ടല്ല, സർവത്ര പണി അവൻ എടുത്തിട്ടും ഇന്ന് പകലും നീ കർത്താവിനെ ആരാധിക്കുന്നത്, നിന്റെ വിശ്വാസത്തിന് കോട്ടം തട്ടാതെ സന്തോഷത്തോടെ ഈ പകൽ ഇതിനകത്ത് നീ ഇരിക്കുന്നത് ദൈവം നിനക്ക് ചുറ്റും കെട്ടിയ വേലിക്കകത്ത് നീ ഇരിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ സംരക്ഷണ വേലിക്കകത്ത് നീ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ കർത്താവിനെ സ്തുതിക്കണം. ഒരു തീ മതില് എനിക്കും നിനക്കും ചുറ്റും ദൈവം വച്ചിട്ടുണ്ട്. ഒരു വേലി ദൈവം എനിക്ക് ചുറ്റും കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് കർത്താവിന് നല്ല മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പറയുന്നത്, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. പാട്ടുകാരനൊക്കെ പാടിയതുപോലെ ശത്രു തന്റെ തീ അമ്പുകൾ നിരന്തരം തൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ ഈ വേലി ഭേദിച്ച് അകത്ത് കയറാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ശ്രദ്ധിക്കണം, പിശാചിന്റെ നോട്ടം വേലിയില്ല. ഹല്ലേലൂയ. വളരെ ഗൗരവമുള്ള ചിന്തയാണ് നമ്മൾ ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. അതുകൊണ്ട് ആ വചനം പറഞ്ഞ്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, പക്ഷെ നിന്നോട് അടുക്കാൻ പറ്റത്തില്ല. നിന്നോട് അടുക്കാൻ പറ്റാത്തതിന് ആമേൻ നിനക്ക് അത്ര ഹല്ലേലൂയ എന്തെങ്കിലും പദവിയുണ്ടോ, കഴിവുണ്ടോ, ബലമുണ്ടോ? ആമേൻ ഒന്നുമില്ല. പക്ഷെ അടുക്കാൻ ശ്രമിച്ചാൽ അടുക്കാൻ കഴിയാതെ വണ്ണം ഒരു തീ മതിൽ നിനക്ക് ചുറ്റുമുണ്ട്. ആമേൻ. അടുക്കാൻ ദുഷ്ട പിശാച് ശ്രമിക്കുമ്പോൾ, അടുക്കാൻ പല ശക്തികളും ശ്രമിക്കുമ്പോൾ, പൂർണ്ണമായി തകർന്ന് അടിയത്തക്കവണ്ണം നിന്നെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഇയ്യോബിന്റെ വീടിനെ കൊതിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പിശാച് ശ്രമിച്ചതുപോലെ ശ്രമിക്കുമ്പോൾ നീ കരുത്തോടെ നിൽക്കുന്നത് ആമേൻ ഈ ദൈവത്തിന്റെ സംരക്ഷണത്തിനകത്ത്. അതുകൊണ്ട് ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് പകൽ കാണുന്നതിനെ നീ ഭയക്കണ്ട. നിനക്ക് ഹല്ലേലൂയ ദൈവം ഒരുക്കിയ വേലിക്കകത്താണ് നീ എങ്കിൽ നിന്നെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. നിന്റെ നന്മയെ തൊടാൻ പറ്റത്തില്ല. നിനക്ക് തന്നെ അനുഗ്രഹങ്ങളെ തൊടാൻ പറ്റത്തില്ല. എത്ര പേർക്ക് അത് വിശ്വാസം വരുന്നു എന്ന് എനിക്കറിയത്തില്ല. നിന്റെ ജോലിയാകട്ടെ, നിനക്ക് ദൈവം തന്ന സകലത്തെയും
സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വീടിന് ചുറ്റും വേലി കെട്ടുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ വേലി പൊളിഞ്ഞെങ്കിൽ പണിയണം. വേലി ഇല്ലാത്തവർ ഹല്ലേലൂയ ദൈവത്തോട് ഇന്ന് പകൽ പറയണം. ഹല്ലേലൂയ. പിശാചിന്റെ ഗൂഢലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഈ വേലി തകർക്കുക എന്നുള്ളതാ. വേലി തകർക്കണം, അതാ പിശാചിന്റെ ലക്ഷ്യം. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. സ്തോത്രം. ആമേൻ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് വേലി ഇല്ലാതെ നമ്മൾ ജീവിക്കരുത്. നമുക്ക് വേദപുസ്തകം പഠിച്ചാൽ ഈ നെഹമ്യാവിന്റെ ദൗത്യം, നെഹമ്യാവ് എന്ന് പറയുന്ന ഭക്തന്റെ ദൗത്യം മതിൽ പണിയുക എന്നുള്ളതാണ്. വചനം അറിയാവുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ആശയം മനസ്സിലാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. മറ്റുള്ളവർ, എനിക്കറിയാം ആദ്യമായിട്ട് വന്നവരുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ബൈബിളിനെ കുറിച്ചൊന്നും അറിയാത്തവരുണ്ട്. ഇനി വർഷങ്ങളായിട്ടുള്ളവർക്കും പലർക്കും അറിയത്തില്ല. അതാ വലിയ സങ്കടം എന്ന് പറയുന്നത്. ആമേൻ. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ അവന്റെ ദൗത്യം മതില. നിങ്ങൾ ഹല്ലേലൂയ അവിടെ മതിലില്ലായിരുന്നോ? മതിലുണ്ടായിരുന്നു. മതിലിനെ ശത്രു തകർത്തു, തീ വെച്ച് ചുട്ടുകളഞ്ഞു. എന്താവന്മാർക്ക് ഈ പ്രശ്നം? സ്തോത്രം. മതിലിനെ തകർത്തു. പോട്ടെ, നമുക്ക് സമയക്കുറവുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. തകർത്ത മതിൽ പണിയാൻ വന്നത്, ഞാൻ ഉപവാസ പ്രാർത്ഥനയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ആത്മീക വശം. തകർന്നു പോയ മതിലിനെ പണിയാൻ വന്നപ്പോ ശത്രു എഴുന്നേറ്റ് സർവ്വ കരുത്തും എടുത്തുകൊണ്ട് അതിനെ തടുക്കുക. എമാർക്ക് എന്തിന്റെ കേടാ? മതിലിനെ എന്തിനാ തടുക്കുന്നേ? മതില് പണിയുന്നതിനെ തടുക്കുന്ന എന്തിനാ? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണേ. മതിൽ എന്താ? ശത്രു എന്താ? മതിലിനെ തകർക്കുന്നത്. ശത്രുവിന്റെ ആശ എപ്പ വിചാരിച്ചാലും നിന്റെ കൂടാരത്തിനകത്ത് കയറണം, എപ്പ വിചാരിച്ചാലും നിന്നെ തൊടണം, എപ്പ വിചാരിച്ചാലും അകത്ത് കിടക്കണം. എന്തിനാ മതില്? നമ്മൾ വീടിന് എന്തിനാ മതില് കെട്ടുന്നേ? നമ്മളെന്തിനാ വേലി കെട്ടുന്ന? സംരക്ഷണത്തിനല്ലേ. അപ്പൊ ദൈവം എന്തിനാ വേലി കെട്ടുന്നേ? സംരക്ഷണത്തിനല്ലേ. അപ്പൊ ഒരു സംരക്ഷണം നിനക്ക് വേണ്ടേ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. ഒരു സംരക്ഷണം നിനക്ക് വേണ്ടേ? അപ്പൊ ആ സംരക്ഷണ ഭിത്തി ആമേൻ ഹല്ലേലൂയ തകർക്കുക, അല്ലെങ്കിൽ ഹല്ലേലൂയ അതിനെ ഉടയ്ക്കുക എന്നത് ശത്രുവിന് ഭയങ്കര ഇഷ്ടമാണ്. നെഹമ്യാവും ആമേൻ കൂട്ടരും എഴുന്നേറ്റ് അവരവസാനം കരഞ്ഞും കൊണ്ട് ഒരു കയ്യിൽ വാളും പിടിച്ച് ഒരു കൈ കൊണ്ട് വേല ചെയ്തൊക്കെയാ മതിലിന്റെ അറ്റകുറ്റം തീർത്തത്. അത് വളരെ ഗൗരവത്തോടെ എടുക്കണം. ഇസ്രായേൽ ജനം വരുമ്പോൾ സ്തോത്രം യെരിഹോ മതിലുണ്ട്. എന്താ യെരിഹോ മതിലിനെ കുറിച്ച് നമുക്കറിയാൻ പറ്റുന്നേ? നമ്മൻ ദൈവജനത്തിന്റെ നന്മയെ തടുക്കാൻ ശത്രു കെട്ടിവെച്ച മതില്. ഒരിക്കലും മുമ്പോട്ട് പോകരുത്, ഇതിന്റെ അപ്പുറം കടക്കരുത്, വാഗ്ദത്തം പ്രാപിക്കരുത്. ശത്രു കെട്ടിയ മതില്. പക്ഷേ ഹല്ലേലൂയ ദൈവം സംരക്ഷിക്കുന്ന ദൈവത്തിന്റെ ജനം ഒരുമിച്ച് ആർപ്പെട്ടപ്പോൾ ശത്രുവിന്റെ മതില് വീണു. സ്തോത്രം. ഞാൻ പറയട്ടെ, ഏത് ശത്രു എത്ര ആർപ്പെട്ടാലും നിനക്ക് ചുറ്റും ദൈവം വെച്ച സംരക്ഷണ ഭിത്തി തകരത്തില്ലെന്ന് തിരിച്ചറിയണം. മറിച്ച് അതിനകത്ത് നിന്നുകൊണ്ട് പിശാച് ഉയർത്തിയ സകല മതിലുകളെയും തകർക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. രണ്ട് കാര്യം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞിട്ട് പോകാവൂ. ഒന്ന്, ഹല്ലേലൂയ നിനക്ക് ദൈവം തന്ന സംരക്ഷണത്തിന്റെ അകത്ത് നീ നിൽക്കുന്നത് കൊണ്ട് ഒരു ശത്രുവിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. രണ്ട്, ആമേൻ നിനക്ക് ചുറ്റും പിശാച് വെച്ച സകല മതിലുകളെയും പൊളിക്കാൻ നീ ധൈര്യത്തോടെ നിൽക്കണം. ഒരു ശത്രു നിന്നെ തൊടത്തില്ല എന്നുള്ളതാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവ പൈതലിന്റെ ചുറ്റും ദൈവം വെച്ച മതില്, അത് ഹല്ലേലൂയ ഉണ്ടെന്ന് തിരിച്ചറിയാതെ കിടന്നുറങ്ങരുത്. അതുണ്ടെന്ന് തിരിച്ചറിയാതെ ശുശ്രൂഷിക്കരുത്. അതുണ്ടെന്ന് തിരിച്ചറിയാതെ പ്രാർത്ഥിക്കരുത്. സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക. ആമേൻ. നീ എത്ര ശത്രുവിനെതിരെ വെല്ലുവിളിച്ചാലും നിന്നെ തൊടാൻ പിശാചിന് പറ്റത്തില്ല. ആമേൻ. കാരണം നിന്റെ ശക്തിയോ നിന്റെ ബലമൊന്നും അല്ല, ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന മതില. ആമേൻ. പിന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് അറിഞ്ഞിട്ടാ. യോബിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചത് കൊണ്ട് മാത്രം. ആമേൻ. അല്ലാതെ അതിനകത്ത് നിന്ന് സ്വാതന്ത്ര്യമായി പെർമിഷൻ ഇല്ലാതെ വന്ന് തൊടാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ശക്തമായ ദൂത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ മതില് പിശാചിന് വലിയ പ്രശ്നം. ദൈവം നമുക്ക് ചുറ്റും വച്ചിരിക്കുന്ന മതില് പിശാചിന് ഭയങ്കര പ്രശ്നം. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. സ്തോത്രം. നിങ്ങൾ തന്നെ എടുത്താൽ മതി. ആമേൻ. ഹല്ലേലൂയ. ആ മതില് പിശാചിന് അസ്വസ്ഥം ഉണ്ടാക്കില്ലേ? നിന്നെ തൊടാൻ പറ്റാതാകുമ്പോ ഒരു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ വേലിക്കകത്തുനിന്ന് പുറത്തു വരണം, രണ്ട് ഈ മതില് പൊളിയണം. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ വളരെ ഗൗരവത്തോടെ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര ആശയോടെയാ പിശാച് യോബിനെ തൊടാൻ ശ്രമിച്ച് കഴിയാത്തതുകൊണ്ടാ ദൈവസന്നിധി ചെന്ന് പറഞ്ഞ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. അവന് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ല. അവന്റെ വീടിനെ തൊടാന്ന് വിചാരിച്ചോ, വീടിനും വേലി. അത് മാത്രം പ്രശ്നമൊന്നല്ല, അവനുള്ള സകലത്തിന് നീ വേലി കെട്ടി വെച്ചിരിക്കുക. ഇതൊരു ഹല്ലേലൂയ ദൈവ പൈതലിന് അനുഗ്രഹമായി കിട്ടിക്കഴിഞ്ഞാൽ, അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവിതം ഭയങ്കര ഭാഗ്യം. ആ ലെവലിൽ നമ്മൾ ആയിത്തീർന്നാൽ നിശ്ചയമായിട്ട് നമുക്കത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ ദൈവത്തിന്റെ മതില്, ദൈവം നമ്മെ സംരക്ഷിക്കുന്ന അനുഭവം വളരെ ഹല്ലേലൂയ വിലപ്പെട്ടത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ഇതിന്റെ നമ്മൾ ഈ വായിച്ച ആശയത്തിലോട്ട് വന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ മതിലിനകത്ത്
ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്ത് നല്ല ആലോചന ഉണ്ടാകും. എനിക്ക് വാക്യങ്ങൾ എടുത്ത് വായിച്ച് പറയാനായിട്ട് സമയമില്ല, അതുകൊണ്ട് ആശയങ്ങൾ മക്കൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ മതിലിനകത്ത് എപ്പോഴും നല്ല ആലോചനയാണ്. ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ നിന്നെ തകർക്കുന്നതൊന്നും അതിനകത്തുണ്ടാകത്തില്ല. കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, വളരെ ശ്രദ്ധിച്ച് ആശയം എടുക്കണേ. നിങ്ങൾക്ക് ഹല്ലേലൂയ, നിങ്ങളെ എല്ലാവർക്കും കേട്ടോ, നമുക്കെല്ലാം അപ്പനും അമ്മയുണ്ടല്ലോ. നിങ്ങളെ ശാസിക്കുന്ന, നിങ്ങളെ ശിക്ഷിക്കുന്ന, നിങ്ങളെ ചിലതിന് വിലക്കുന്ന ഒരപ്പനും അമ്മയും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശക്തമായ മതിലാണ് നിങ്ങൾക്ക് ചുറ്റും. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ ശാസിക്കുന്ന, നിങ്ങളെ ശിക്ഷിക്കുന്ന, നിങ്ങളെ ഹല്ലേലൂയ ചിലത് വിലക്കുന്ന ഒരപ്പനോ അമ്മയോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഭാഗ്യം. കാരണം അവർ മതിൽ കെട്ടുക, ഒറ്റയെണ്ണം മിണ്ടുന്നില്ല. അത് ഭയങ്കര മതില, നിങ്ങൾക്കത് അറിയത്തില്ല. ഭയങ്കര മതില നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മതില. അതില്ലെങ്കിൽ അപ്പനും അമ്മയും തിരിച്ചറിയുക. ആ ഉത്തരവാദിത്വം നിങ്ങൾ വിട്ടുകളയരുത്. ശ്രോത്രം, നിങ്ങളെ അത് മക്കൾ മുഷിഞ്ഞു പോകരുത്. നിങ്ങൾക്ക് അത് ഇന്ന് തിരിച്ചറിയത്തില്ല. നല്ലൊരു അധ്യാപകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ലൊരു അധ്യാപകൻ ഉണ്ടെങ്കിൽ അത് മതിലാണ്. അവർ നിങ്ങളെ നിയന്ത്രിക്കുന്നത്, അതിനകത്ത് അസഹിഷ്ണുത കാണിക്കരുത്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ശക്തമായ മതില. ഇനി ഹല്ലേലൂയ പറയട്ടെ, നിങ്ങൾക്കൊരു നല്ല ദൈവദാസൻ ഉണ്ടെങ്കിൽ, അത് നിങ്ങളെ മുഖത്ത് നോക്കി പറയാൻ സന്തോഷമുണ്ട്. നല്ലൊരു ദൈവദാസൻ ഉണ്ടെങ്കിൽ, നല്ലൊരു സഭയുണ്ടെങ്കിൽ ശക്തമായൊരു മതില. നിങ്ങൾക്കത് അറിയത്തില്ല, ശക്തമായൊരു മതില. സഭ എപ്പോഴും കെട്ടിയടച്ചൊരു തോട്ടമാണ്. സഭ കെട്ടിയടച്ച ഒരു തോട്ടമാണ്. അതിനകത്ത് ചുമ്മാ പിശാചിനൊന്നും കയറാൻ പറ്റത്തില്ല. ആമേൻ. ഒരു നല്ല ഉപദേശം തരുന്ന, നന്നായി ഹല്ലേലൂയ ശാസിക്കുന്ന, നന്നായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവ മനുഷ്യനുണ്ടെങ്കിൽ ഭയങ്കര മതില. സന്തോഷത്തോടെ പറയട്ടെ, നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയോ അപ്പനോ ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ ശക്തമായ മതില അവൻ കെട്ടുന്ന. സ്തോത്രം. ഇതൊക്കെ ദൈവം നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്ന അനുഗ്രഹമാണ്. പിശാചിന് ഈ വേലി പൊളിക്കണം. ഈ കാലഘട്ടം നിങ്ങൾ മക്കളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ വളരെ ശാന്തമായിട്ട് പറയുന്നേ, ആ വേലിയെ പൊളിക്കാൻ കുടുംബത്തിന്റെ അകത്ത് ചെയ്യുന്നത് അപ്പന്റെയും അമ്മയുടെയും സംരക്ഷണ പൊളിഞ്ഞ് പുറത്ത് കിട്ടിയാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ മക്കളെ, ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഇത് അപ്പനും അമ്മയും അറിയണ്ട എന്ന് പറഞ്ഞാൽ നീ അവനെ നോട്ട് ചെയ്യണം. അപ്പനും അമ്മയും അറിയാതെ ഒരു കാര്യം ചെയ്യാൻ ആര് പറഞ്ഞാലും മക്കൾ എല്ലാവരോടും പറയുക. ഒരാളെ ഒന്ന് പറയുക, പപ്പ അറിയണ്ട കേട്ടോ, അമ്മ അതിനെ അറിഞ്ഞ പ്രശ്നം, അറിയാൻ പാടില്ല. ആ സംരക്ഷണ ഭിത്തി പൊളിയുകയാ. മനസ്സിലാവുന്നു? നമുക്കറിയത്തില്ല, നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യും. വേലി നമ്മൾ പൊളിക്കും, നമ്മൾ അബദ്ധത്തിൽ ചാടും. ദൈവം നിങ്ങൾക്ക് തന്ന വേലിയാണ് നിങ്ങളുടെ അപ്പനും അമ്മയും. കുറച്ച് മക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പനും അമ്മയും അനുഗ്രഹം എന്ന് പറയുന്നവർ മാത്രം കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. കുറച്ചുപേരൊക്കെ അക്സ ഉയർത്തിയായിരുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏയ്മേൻ. അക്സ എന്റെ മോളാണ് കേട്ടോ, അവൾ ഉയർത്തിയോന്നാ ഞാൻ ചോദിച്ചു. സ്തോത്രം. ഏയ്മേൻ. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ തുറന്ന മനസ്സോടെ പറയട്ടെ, നല്ലൊരു സഭ, നല്ലൊരു ദൈവദാസൻ. ഏയ്മേൻ. ഞാൻ എന്നെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അത് അനുഗ്രഹമാണ്. അനുഗ്രഹമാണ്. ഏയ്മേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല ഒരു മാതാവും പിതാവും മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ തകർന്ന ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം, തകർന്ന മക്കളെ എനിക്കറിയാം. നല്ലൊരു ദൈവദാസൻ ദേശത്ത് നിന്ന് നീങ്ങിയപ്പോൾ തകർന്ന ദേശത്തെയും സഭയെയും ശുശ്രൂഷകളെ എനിക്കറിയാം. എന്നാ കാര്യമാണെന്നറിയാമോ? അവരുടെ പ്രാർത്ഥനയ്ക്കകത്താ നീ നിന്നേ. അവരൊരു സംരക്ഷണ ഭിത്തിയായിരുന്നു നിനക്ക്. അവരെ ദൈവം നിർത്തിയിരുന്നു. തടുത്തും നിന്നയും അപമാനം സഹിച്ചിട്ടും തടുത്തും ചെറുത്തും അവർ ശക്തിയോടെ നിന്നപ്പോ എതിരെ വന്ന ശത്രുവിന് നിന്നെ തൊടാൻ പറ്റിയില്ല. നിന്റെ അപ്പൻ നിന്നെ ശകാരിച്ചില്ലേ, വേദനിപ്പിച്ചില്ലേ? നിന്റെ അമ്മ ഹല്ലേലൂയ പറഞ്ഞില്ലേ? ആമേൻ. ഹല്ലേലൂയ. അനുസരിച്ച മക്കളോട് ചോദിച്ചേ, തകരാതെ അവർ ഇന്ന് ആമേൻ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിനെ ഹല്ലേലൂയ ഭയന്ന്, അല്ലെങ്കിൽ അതിനെ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞ് മത്സരിച്ചു പോയവൻ വീണുപോയി. ഞാൻ ഒരു കാര്യം ഗൗരവത്തോടെ പറയാ. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, പിശാചിന്റെ നോട്ടം മതില. ഈ ദിവസം സഭ അറിയണം, നിനക്ക് ചുറ്റുള്ള മതിലിനെ തകർക്കാൻ ഈ 2024 പിശാച് നോക്കുന്നത് വിട്ടുകൊടുക്കരുത്, തകരാൻ അനുവദിക്കരുത്. സഭ ആമേൻ കെട്ടിയടച്ച തോട്ടമാണ്. അതിനകത്ത് നീ നിൽക്കുന്നിടത്തോളം നിന്നെ തൊടത്തില്ല. ഞാൻ ഇപ്പോൾ ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിലെ 1-2 വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും കൂടെ പറയാം. ആമേൻ. സഭ ഹല്ലേലൂയ കെട്ടിയടച്ച തോട്ടം, അതിനകത്ത് നീ സംരക്ഷണയോടെ നിൽക്കുമ്പോൾ പിശാചിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. പിന്നെ നീ അതിന്റെ പുറത്തു പോകണം, അല്ലെങ്കിൽ ഈ വേലി പൊളിയണം. അതിനാവുന്നത്ര പണി പിശാച് എടുക്കുന്നുണ്ട്. ആമേൻ. ദൈവദാസന
എന്ന് നിന്നോടൊരാൾ പറഞ്ഞാൽ, പാസ്റ്റർ തൽക്കാലം അറിയണ്ട എന്ന് പറ, അവനെ നീ നോട്ട് ചെയ്തോളണം. അറിയാതിരുന്ന എന്നാ പ്രശ്നം എന്ന് പറ. അങ്ങനെ ഭീകരമായ കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ആ വ്യക്തിയെ നിങ്ങൾ നോക്കിക്കൊള്ളണം. അദ്ദേഹത്തിന് ഒരു നഷ്ടവും വരത്തില്ല. നാളെ നിന്റെ വിശ്വാസം, ഹൃദയത്തിൽ വീഴുന്ന വിത്ത് അതങ്ങ് വളരും. ഒരു മനസ്സോടും ശക്തിയോടും ആരാധിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പേരെ തകർക്കുന്ന ഒരു അനുഭവമുണ്ട്. സ്തോത്രം, ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സ്തോത്രം, രക്ഷിക്കപ്പെട്ട് രക്ഷാ സ്നാനം അഭിഷേകം പറയുന്ന എല്ലാവരെയും നമുക്ക് അംഗീകരിക്കാം. എല്ലാവരും അങ്ങനെയൊക്കെ ചിന്ത നല്ലതാ കേട്ടോ, ഭജനപ്രകാരമെങ്കിൽ എല്ലാവരും അംഗീകരിക്കാം. പക്ഷെ അതിനകത്തൊരു അബദ്ധമുണ്ട്. അതിന് ഭജനപ്രകാരം നമ്മൾ ചിന്തിക്കണം. ശുശ്രൂഷ, എനിക്ക് ആദ്യമായിട്ട് വന്നവരോട് ഒരു ചെറിയ ഇതുണ്ട്, പക്ഷെ എനിക്ക് എല്ലാ ദിവസവും എല്ലാം ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾ അറിയണം. ദൈവസഭയാണ് ഒരു ശുശ്രൂഷകനെ അയക്കുന്നത്. ദൈവസഭയ്ക്കകത്താണ് സകല വേലകളും. പുറത്തുള്ള വേലകൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു? ആർക്ക് മനസ്സിലാകാൻ? സ്തോത്രം. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഹല്ലേലൂയ ബൈബിൾ പഠിച്ചാൽ ദൈവസഭയാണ് ശുശ്രൂഷകരെ അയക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയോട്ട് പഠിക്കുക. ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധം നമുക്കുണ്ടാകണം. സ്തോത്രം. ആ ഒരു ബന്ധത്തിനകത്ത് നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് ശുശ്രൂഷ ചെയ്യാം. നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ അബദ്ധം പറ്റും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്തോത്രം ഒത്തിരി ഹല്ലേലൂയ ഭയങ്കര ഹയർ ലെവലിലൊക്കെ ഉപദേശം പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ കുറച്ച് പേര് അതൊക്കെ പിടിച്ചോണ്ട് പോയത്. അയാളിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ്, ഞാൻ ഇടയ്ക്ക് മെൻഷൻ ചെയ്ത്, ഞാൻ പേര് പിന്നെ പറഞ്ഞു തരാം. കാരണം അത് അദ്ദേഹം ഇപ്പൊ പറഞ്ഞു എന്നാന്നറിയാമോ? പുതിയ നിയമം ഇനി കർത്താവിന്റെ വരവിന് ശേഷം ഉള്ളത് അതിനെഴുതിയതാണ് പുതിയ നിയമം. പറഞ്ഞു പഠിച്ച് അപ്പൊ ഇതൊക്കെ നേരത്തെ ഗ്രഹിക്കാൻ പറ്റിയെങ്കിൽ പ്രശ്നം വരത്തില്ല. ഇപ്പൊ വേറൊരു ദൈവദാസൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എങ്ങനെയും രക്ഷ, ഇത് തന്നെയാണ് അവിടുത്തെയും സംഭവം. ഇതേ ആള് ഇതേ സംഭവമാണ് സഭയ്ക്കകത്ത് ഗ്രൂപ്പിനകത്തിട്ട് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുക. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ഇപ്പൊ പറഞ്ഞു വെളിപ്പാട് പറയുമ്പോ അത് ഏത് പൊട്ടനും മനസ്സിലാവും അല്ല എന്നുള്ളത്. മനസ്സിലാവുന്നു? പണ്ടൊരു പുള്ളി രക്ഷാ സ്നാനമൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നതാ. കുളം എവിടെ കണ്ടാലും സ്നാനം കൊടുത്തുകൊണ്ടൊക്കെ നടന്നതാ. ഇന്ന് കത്തോലിക്ക തിരുവുണ്ട്, പേര് സജിത്ത്. മനസ്സിലാവും? അത് പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങൾ പറയാതിരിക്കേണ്ട കാര്യം എന്നതാ, നമ്മളൊക്കെ കണ്ടതാ. അപ്പൊ ഇതുപോലുള്ള അബദ്ധമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ചറിയാം, ദൈവസഭ എന്നത് ദൈവസഭ അത് ഭയങ്കര കർത്താവിന്റെ ശരീരമാണ്. ആ സഭയ്ക്കകത്തു നിന്ന് വളരുന്ന ശുശ്രൂഷകൾ നിങ്ങൾ ഹല്ലേലൂയ അംഗീകരിക്കണം. മറ്റതിനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഹല്ലേലൂയ എവിടെയും പോകാം, എന്തും ചെയ്യാമെന്ന ആശയങ്ങൾ എവിടെ പോകുന്നതിനും ഞാൻ തടസ്സം വെച്ചിട്ടില്ല. പക്ഷെ അത് ഹല്ലേലൂയ സഭയുമായി ബന്ധത്തിലായിരിക്കണം. സ്തോത്രം. ഞാനിത് പറയുന്നത് ചില വിഷയങ്ങൾ കണ്ടത് കൊണ്ടാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് കേട്ട്, ഞാനത് പറയുന്നില്ല. എന്തിനാ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കൊടുക്കുന്നേ, വഞ്ചിക്കപ്പെടുന്നേ? അപ്പൊ അവിടെയാണ് ദൈവസഭയുടെ പ്രസക്തി. നമുക്ക് ഹല്ലേലൂയ ദൈവിക ഉപദേശം, ദൈവത്തിന്റെ വചനം സ്പഷ്ടമായിട്ട് ലഭിക്കണം. ആത്മസാന്നിധ്യത്തിൽ നമ്മൾ പരിപോഷിക്കപ്പെടണം. അത് നിങ്ങളുടെ ആവശ്യമെന്ന് വരണം. ഞാൻ തുടർന്ന് 1-2 ഹല്ലേലൂയ വചനങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ ആവശ്യം അത് നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങളുടെ സംരക്ഷണമാണ്, നിങ്ങളുടെ നിലനിൽപ്പാണ്. ഒരുപാട് പേർ പ്രിയരെ വീണുടഞ്ഞുകൊണ്ടിരിക്കുക. പലരും എടുത്തു ചാടി. എനിക്ക് ഭയങ്കര സങ്കടമുള്ള വിഷയമാണ്. വിശ്വാസമെന്നും ഉണർവെന്നൊക്കെ പറഞ്ഞു പോയവർ ഇന്ന് സ്തോത്രം ഒരിക്കലും ആർക്കും മടക്കിക്കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിൽ തകർന്നു പോയിരിക്കുക. അവരോട് സുവിശേഷം പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ കുതിച്ചു ചാടി പോകുന്ന അനുഭവങ്ങളല്ല. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവിൽ ആരാധിച്ച് വളരണം, നമ്മൾ ശുശ്രൂഷ ചെയ്യണം. അത് സകല സഭകളും മാതൃകയാക്കി കഴിഞ്ഞാൽ വിശ്വാസ സമൂഹം ഉറപ്പോടെ നിൽക്കും. ആ കാഴ്ചപ്പാടെല്ലാം മങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ മതിലിനെയാണ് പിശാചിന് നോട്ട്. ആ മതില് തകരാൻ നീ അനുവദിക്കരുത്. മതില് തകരരുത്. മുമ്പോട്ട് വരും ബാക്കി മനസ്സിലായി. എന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പറയേണ്ടത് പറയണമല്ലോ. അതുകൊണ്ട് ഹല്ലേലൂയ അപ്പനും അമ്മയും നമുക്ക് മതിലാണ്. അതിലാണോ? അങ്ങനെ ആയിരിക്കും. സ്തോത്രം. അതിനെ ചവിട്ടി പൊളിക്കരുത്. ഹല്ലേലൂയ. ദൈവദാസന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കാം. ഓരോ ദിവസങ്ങളിലും പരിശുദ്ധ ഇത് വേണമെങ്കിൽ പറയാം. അങ്ങേർക്ക് അസൂയ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങേർക്ക് അസൂയ, മറ്റുള്ളവര് നിങ്ങൾ എന്നാ വേണം എടുത്തോ. പക്ഷെ ഞാൻ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ ഹല്ലേലൂയ ഇതിനകത്ത് നിന്ന് വളർന്നാൽ അത് വളർച്ചയായിരിക്കും. ഇല്ലെങ്കിൽ നീ വീണ് ഉടഞ്ഞു പോകും. പണ്ടൊരു ചൊല്ല് പറയും, അത് പറഞ്ഞാൽ ശരിയാവും. വേലി ചാടുന്ന പശുവിന്, ബാക്കി പറ, അറിയാന്നുള്ളൊരു പറ. ആദ്യം തന്നെ ഒന്നുറക്കെ പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞില്ല, രജനാണ് പറഞ്ഞത് കേട്ടോ. വേലി ചാടുന്ന പശുവിന് കോല് കൊണ്ട് മരണമെന്ന്. സ്തോത്രം. അത് അങ്ങനെ ഒരു ചൊല്ലുണ്ട്. വേലിക്കകത്ത്, അത് അറിവുള്ളവർ പറഞ്ഞതാ. വേലിക്കകത്ത് നിൽക്കുക,
സംരക്ഷണത്തിനകത്ത് നിൽക്കുക. അവിടെ ഒരു ശത്രു വന്ന് തൊടത്തില്ല. ദൈവം അറിയാതെ ഒരു രോമം നിലത്ത് വീഴത്തില്ല. മുടി ഇഴകൾ എണ്ണി അറിയുന്ന ഒരു ദൈവമാണ് നിനക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് എടുത്തു ചാടിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ മുമ്പിലേക്ക് പോവുക. ആമേൻ. ഹല്ലേലൂയ. നിത്യതയ്ക്കായി ഒരുങ്ങണം. ദൈവസഭ ഒരു കൂട്ടം ശുശ്രൂഷകരെ അയക്കണം. അങ്ങനെയെങ്കിലും മാത്രമേ വളരാൻ കഴിയത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഹല്ലേലൂയ നമ്മുടെ ചർച്ച എപ്പോഴും ശ്രദ്ധിക്കണം. ദൈവദാസന്മാർ ഇവിടെ വരും. ആമേൻ. ഹല്ലേലൂയ. നുഴഞ്ഞു കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ദയവ് ചെയ്ത്, എനിക്ക് എല്ലാവരെയും സന്തോഷം, ഞാൻ ബഹുമാനിക്കുന്നവരാ. പക്ഷെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. വളരെ കേൾക്കുന്ന വചനത്തിനക അനുസരിച്ച് മുമ്പിലേക്ക് പോകുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. അതൊക്കെ അനുഗ്രഹമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, അപ്പൻ അറിയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ നോട്ട് ചെയ്യണം. ചതിയാണ്. പാസ് അറിയേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നോട്ട് ചെയ്തോണം, ചതിയാണ്. അതിനകത്ത് ഹല്ലേലൂയ 2 ചിന്തയ്ക്കിടമില്ല. അത് ഹല്ലേലൂയ ഇന്നല്ലെങ്കിൽ നാളെ വെളിപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ ഒറ്റും ചതിക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന നല്ല കർത്താവ് ഒരുക്കിയ വേലിക്കകത്ത് നമ്മൾ നിന്നാൽ നമുക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥിക്കുന്നവര്, ശുശ്രൂഷിക്കുന്നവര്, അവർ ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ ഇന്നും നമുക്കറിയാലോ. ഞാൻ പറഞ്ഞു വൈകുന്നേരം പ്രാർത്ഥിക്കാൻ വരണം. നമ്മൾ പലരും വരത്തില്ല. ഞാൻ നിർബന്ധത്തോടെ ആരും വരരുത്. പക്ഷെ നിങ്ങൾ അറിയണം, തീ പോലെ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് ഹല്ലേലൂയ എനിക്ക് ഒത്തിരി പേരറിയാം. എന്തിനാ? നമ്മുടെ ദേശത്തിന് വേണ്ടിയാ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാ, നമ്മുടെ സഭകൾക്ക് വേണ്ടിയിട്ട്. അവർക്ക് എന്നാ കിട്ടും? നിങ്ങൾ പറ, അവർക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടിയിട്ടല്ല. നിങ്ങളത് ഗൗരവത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്താ നമ്മൾ നിൽക്കുന്നേ. സ്തോത്രം അല്ലേ? ആമേൻ. അബ്രഹാം കയറി പ്രാർത്ഥിച്ചില്ലേ? 50 ഉണ്ടെങ്കിൽ നീ ശിക്ഷിക്കുമോ? അവസാനം കേട്ട് 10 ഉണ്ടെങ്കിൽ ശിക്ഷിക്കുമോ? കൈ ഉയർത്ത് നിൽക്കുക. മോശ കയറി തടുത്തില്ലേ? തുടരുത് കർത്താവ്, എന്റെ ജീവനെ എടുക്ക്, ഈ ജനത്തെ തുടരുത്. ഇന്നും ഇങ്ങനെ അയ്യം വിളിക്കുന്നവരുണ്ട്. വീടിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. സഭയ്ക്കകത്ത്, ഈ സഭയ്ക്കകത്ത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആമേൻ. അവര് ദൈവം മതില് പോലെ നിർത്തിയിരിക്കുക. സ്തോത്രം. ആ പ്രാർത്ഥനയും ആ ശുശ്രൂഷകളും ഉള്ളിടത്തോളം ഒരു ശത്രുവിന് നുഴഞ്ഞു കയറി തൊടാൻ പറ്റത്തില്ല, ഒരു ശത്രുവിനും തകർക്കാൻ പറ്റത്തില്ല. പക്ഷെ ഹല്ലേലൂയ ശത്രു ഇടുന്ന ചൂണ്ടയ്ക്കകത്ത് നീ കൊത്തരുത്. സ്തോത്രം. മനസ്സിലായവർ മാത്രം കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഹല്ലേലൂയ കൊച്ചുമക്കളോടൊക്കെ ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ ഹല്ലേലൂയ അവര് പറയുന്നത്, പാസ്റ്റർ പറയുന്നത് ഇച്ചിരി സങ്കടമായിട്ടൊക്കെ തോന്നും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയണം, അത് ദൈവം കൊടുത്തൊരു ഉത്തരവാദിത്വമാണ്. അവര് പറയുന്ന അനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ തകരത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യാം, തകരത്തില്ല. നിന്റെ ഭാവി തകരത്തില്ല, അല്ലെങ്കിൽ തകർന്നിരിക്കും. അത് ഹല്ലേലൂയ നിന്റെ കുടുംബ ജീവിതം മുമ്പിലേക്ക് പോകുമ്പോൾ ആമേൻ ആയുസ് മുഴുവൻ കരഞ്ഞു തീർത്തിട്ട് പിന്നെ നമ്മൾ കയ്യും കാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. സഹോദരാ, പക്ഷെ നീ പറയുന്നത് പോലെ നിന്ന് നോക്ക്, നീ നന്മ അനുഭവിച്ചിരിക്കും. കർത്താവ് നിന്നെ സംരക്ഷിച്ചിരിക്കും. ലോകം മുഴുവൻ തകർന്നെന്ന് പറഞ്ഞാലും നിന്നെ ദൈവം സൂക്ഷിക്കും. ഹല്ലേലൂയ. അതാ കർത്താവിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവവചനോ ഉപദേശം ഒന്നും വിട്ട് ഓടരുത്. ആമേൻ. അധ്യാപകരെ ഒന്നും നിങ്ങൾ ത്യജിക്കരുതേ. നിങ്ങളെ ശകാരിക്കുന്ന മോശക്കാരില്ലെന്നല്ല കേട്ടോ പറയുന്നേ. ആമേൻ. അതിന് നിങ്ങൾ ശകാരിക്കരുത്, കളിയാക്കരുത്. ഇന്നത്തെ തലമുറയ്ക്കുള്ള ഒരു ഭയങ്കര ഒരു ടെൻഡൻസിയാണ് പരിഹസിക്കുക എന്നുള്ളത്. ആമേൻ ഹല്ലേലൂയ. വാസ്തവത്തിൽ നിങ്ങളെ പിശാച് പരിഹസിക്കുക. അങ്ങനെ വരും അപ്പനെയും അമ്മയും അവരുടെ വാക്ക് മറിച്ച് നിങ്ങൾ പോകുമ്പോൾ, ആമേൻ സ്തോത്രം, ഒളിച്ചു കളിക്കുമ്പോൾ തകർക്കുന്നത് നിങ്ങളെയാണ്. തിരിച്ചറിയണം. അവരെ നമുക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ നിങ്ങൾ അനുസരിച്ച് നോക്കിയേ, അതിനുവേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നോക്കിയേ, അത് നന്മയായി മാറും. അതനുസരിച്ചാൽ നന്മയായി മാറും. ഒരു ദൈവസഭ അനുഗ്രഹമാകട്ടോ. ഒരു ദൈവസഭ അനുഗ്രഹം. വീണ്ടും പറയുക, ഒരു ദൈവസഭ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ആ സഭയിലുണ്ടെങ്കിൽ അനുഗ്രഹമാ. ധൈര്യത്തോടെ വന്നിരിക്കുക. ഇവിടെ വരുന്നവരൊക്കെ ഞാൻ പറയും, കയറിയിരുന്ന് പ്രാർത്ഥിക്ക്, ദൈവം വിടിവിക്കും. കയറിയിരുന്ന് പ്രാർത്ഥിക്ക്, ദൈവം വിടിവിക്കും. കയറിയിരുന്ന് പ്രാർത്ഥിക്ക്, ദൈവം. എന്താ പറയുന്നതെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ദൈവസഭയാ, ഇത് ദൈവസഭയാ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ദൈവത്തിന്റെ വചനം വീഴുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പണിയുന്നുണ്ട്. ആ ഇടത്ത് നീ സങ്കടത്തോടെ വന്നാൽ നിന്നെ തൊടാതെ ദൈവം പറഞ്ഞു വിടത്തില്ല. ഇതിനകത്ത് നീ ശാന്തമായി വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രശ്നം മാറി നീ ആനന്ദിച്ചിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഉറപ്പോടെ പറയാം, കാരണം ഇതിന്റെ ഉടയവൻ ദൈവമാണ്, ഇതിനെ സംരക്ഷിക്കുന്നത് ദൈവമാണ്. ആ തീ മതിലിന്റെ അകത്താണ് നീ ഇരിക്കുന്നത്.
ഇരിക്കുന്നതെങ്കിൽ ആമേൻ, നിന്നെ തൊടാൻ ശത്രുവിന് കഴിയത്തേ ഇല്ല. ആ തീ മതിലിനകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ, ആ ദൈവത്തിന്റെ വേലിക്കകത്താണ് നീ ഇരിക്കുന്നതെങ്കിൽ ആമേൻ, അക്ഷരാർത്ഥത്തിൽ വിടുതൽ സംഭവിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ എഴുന്നേറ്റ് പറയും, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് വലുതെന്ന് നീ പറയും. നീ അനുഭവിച്ച വിടുതൽ വലുതെന്ന് പറയും. അതുകൊണ്ട് ഹല്ലേലൂയ, നല്ല കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ തീരുമാനമെടുത്ത് ശക്തിയോടെ കർത്താവിനെ ആരാധിക്ക്. സ്തോത്രം. ഈ ഹല്ലേലൂയ ഞാൻ പറഞ്ഞത് ഈ ഞാൻ എൻ്റെ ശുശ്രൂഷ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം പ്രസംഗിച്ചിട്ടുള്ള ദുരുപദേശകരെ കുറിച്ചും ദൈവം എന്നെ പഠിപ്പിച്ചതാ. ദുരുപദേശകർ, കള്ളപ്രവാചകന്മാർ, അതിനെക്കുറിച്ചാണ്. എന്നോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നവർക്ക് ഓർമ്മ കാണും. ശക്തമായി ഞാൻ നിരന്തരം പഠിപ്പിക്കുന്ന വിഷയം അത്. ഇപ്പൊ പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ, സ്തോത്രം, സഭ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ പലതും വൈപ്പ് പല്ല് പോലെ എന്ന് പറഞ്ഞാൽ എന്നതാ? വൈപ്പ് പല്ലെന്ന് പറഞ്ഞാൽ എന്നതാ? കണ്ട പല്ലെന്ന് എപ്പോ വേണോ ഇളക്കിയെടുക്കാം, ഒരു വേദനയും വരത്തില്ല. അയ്യോ, ഇതാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രശ്നം. വേദന വരത്തില്ല. കാര്യം എന്താണെന്നറിയോ? ശരീരമായിട്ട് ബന്ധമില്ല. അത് മനസ്സിലായില്ല. ശരീരമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മക്കളെ പറിച്ചെടുക്കുമ്പോൾ വേദനിക്കോ? ശരീരമായിട്ട് ബന്ധമില്ല. അതിന് വൈപ്പ് പല്ല് പോലെയാ. ചിരിക്കുമ്പോൾ നല്ല വെളുവിളായിരിക്കും, പക്ഷെ വൈപ്പ് പല്ല. ആമേൻ. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്, നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. യഥാർത്ഥമാണെങ്കിൽ വേദനിക്കും ദൈവസഭ. ആമേൻ, ഹല്ലേലൂയ. അതിന് വരുന്ന മുറിവ്, അതിന് വരുന്ന ശോഷിപ്പ്, സ്വസ്ഥത കിട്ടത്തില്ല. ആമേൻ. ഒരു വാക്കുപോലും മുറിക്കും ഭയങ്കരമായി. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ. ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ആമേൻ, സ്തോത്രം. എന്നോട് ഒരുപാട് പേര് പരാതിപ്പെടും. ഞങ്ങൾ സംസാരിക്കും, പറയും അവിടെ പോയി ഇവിടെ പോയി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചറിവില്ലാതെ പോകരുതേ. ഒരു ഉപദേശം അനുസരിച്ച് നിങ്ങൾ ചെയ്യണം. അപ്പൻ വേണം ഉപദേശിക്കാൻ, അമ്മ വേണം, ആവർത്തിച്ച് പറയുക, മറന്നു പോകരുത്. അത് ആവശ്യമാണ്. അതില്ലാത്തവർ കണ്ണുനീരോടെ കരയും. അതൊന്നും ഇല്ലാത്തവർക്ക് കൂടെയാ അപ്പനെ പോലൊരു ദൈവദാസനെ തരുന്നത്. ഹല്ലേലൂയ. അത് നിങ്ങൾ ഹല്ലേലൂയ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് വളർന്നു നോക്ക്. ഇവിടെ ഒരു തലമുറ ഉണ്ടാകും. മക്കളെ, നിങ്ങളൊന്ന് ചിരിച്ചോണ്ട് കേട്ടെ. ഇതിനകത്തൊരു തലമുറ ഉണ്ടാകും. നമ്മുടെ ദേശത്തിലൊരു തലമുറ ഉണ്ടാകും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന, എല്ലാവരും വരുന്ന തലമുറയെ കുറിച്ച് സകലരെ നോക്കി ആമേൻ, സ്തോത്രം, കുറ്റം പറയുന്ന ഒരു സാഹചര്യം വന്നാലും ഒരു തലമുറ നമ്മുടെ സഭയ്ക്കകത്തുണ്ടാകും. മാതൃകയോടെ നിൽക്കുന്ന ഒരു തലമുറ. സ്തോത്ര. എത്ര അപ്പനമ്മമാർ അത് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്ര. എത്ര അപ്പനമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഇട്ടുകൊടുക്കാത്ത ഒരു നല്ല അപ്പനാ നിന്നോട് സംസാരിക്കുന്നത്. സർവശക്തനായ ദൈവം അവനാ വേലി കെട്ടി സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ആ ദൈവം വച്ചിരിക്കുന്ന പല സംരക്ഷണ ഭിത്തിയെ നമുക്കറിയത്തില്ല. നമ്മൾ പറയുമ്പോൾ അത് ശരി, എനിക്ക് ചുറ്റും തീ മതിൽ. തീ കാണുന്നുണ്ടോ നിങ്ങൾ? അതല്ല, മതിലിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വളരെ ഹല്ലേലൂയ ഗൗരവത്തോടെ നിങ്ങൾ ഇന്നത്തെ ചിന്തയെടുക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന വിഷയമാണ്. നമ്മൾ ഹല്ലേലൂയ ഈ തീ മതിൽ കാണുന്നില്ല. നമുക്ക് ഹല്ലേലൂയ വേലി നമുക്ക് അറിയത്തില്ല. പക്ഷെ എവിടെയെല്ലാം നമ്മൾ സഞ്ചരിക്കുന്നു, എന്തെല്ലാം നമുക്ക് വന്നു ഭവിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകല് തൻ്റെ ഇടത്തോടെ നിൽക്കുന്നില്ലേ? ധൈര്യത്തോടെ നിങ്ങൾ നിൽക്കുന്നില്ലേ? ആമേൻ, സ്തോത്രം. കർത്താവിന്റെ കൃപ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ ഈ വേലി മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഞാനിത് ചിന്തിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിൽ വന്ന ചിന്തയാണ്. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. നാള് കുറിച്ച്, സമയം കുറിച്ച്, വ്യക്തതയോടെ പദ്ധതി തയ്യാറാക്കി, ഇന്ന പോയിന്റിൽ, ഇന്ന ദിവസം, ഇത്ര സമയത്തിൽ നിന്നെ തകർക്കണമെന്ന്, എന്നെ തകർക്കണമെന്ന് വല്ലാതെ കൃത്യതയുടെ രേഖയൊക്കെ എഴുതി പദ്ധതികളെല്ലാം തയ്യാറാക്കിയിട്ട് അടുത്ത് വന്നപ്പോൾ ഹല്ലേലൂയ തോറ്റ് പിന്മാറേണ്ടി വന്ന പിശാച്, അടുത്ത് വന്നപ്പോൾ പരാജയപ്പെട്ട് തിരിഞ്ഞോടേണ്ടി വന്ന പിശാച് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ രാത്രി തകർക്കാം, ഇന്ന ദിവസം തകർക്കാമെന്നൊക്കെ ഇതിനകത്തിരുന്ന് നിനക്ക് വിരോധമായിട്ടും പിശാച് രേഖ തയ്യാറായി കാത്തിരുന്ന് സർവസന്നാഹത്തോടെ തകർക്കുമെന്ന ഉറപ്പോടെ വന്ന് നിന്റെ കൂടാരത്തേക്ക് അടുത്തപ്പോൾ അവൻ കണ്ട വേലി ഭയങ്കരമായിരുന്നു.
അവൻ കണ്ടത് തീ പോലെ നിനക്ക് ചുറ്റും നിൽക്കുന്ന ദൈവത്തെയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ച് പറയാം, ഹല്ലേലൂയ, ഈ പകൽക്കാലം ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവർ തിരിച്ചറിയണം. നിന്റെ മതിലാ നിന്നെ സംരക്ഷിക്കുന്നത്. അതിന്റെ മേലെ പിശാച് നോട്ടം വച്ചിരിക്കുന്നത്. ആ ഭിത്തി പൊളിയരുത്, ആ മതില് പൊളിയരുത്, ആ മതിലിന്റെ പുറത്ത് നീ ഇറങ്ങരുത്. ആമേൻ, ഹല്ലേലൂയ. രേഖ എഴുതിയ പിശാച്, ആമേൻ, സമയം കുറിച്ചവൻ, ആമേൻ, നാള് കുറിച്ചവൻ, മാസം കുറിച്ചവൻ, വർഷം കുറിച്ചവൻ, ഇന്ന് പകലും നിന്നിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ ഈ ശുശ്രൂഷ നീ അനുഭവിക്കുമ്പോൾ അവൻ തകർന്നു വീഴണം. നീ ജയത്തോടെ നിൽക്കണം. നിന്റെ കൂടാരത്തിന് ചുറ്റും മതിലുള്ളത് കൊണ്ടാണ് നീ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നതെന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ, ആമേൻ, ആ ദൈവത്തെ നന്ദിയോടെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ സ്തുതിക്ക്. ഒരു അസാധാരണ ദൈവ മഹത്വം ഇതിന്റെ അകത്ത് ചലിക്കാൻ തുടങ്ങട്ടെ. അസാധാരണ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ശക്തിയോടെ വ്യാപരിക്കാൻ തുടങ്ങട്ടെ. ചില പൈശാചിക അജണ്ടകൾ തകരട്ടെ. സ്തോത്രം. നമ്മളെ ഹല്ലേലൂയ തകർക്കണമെന്ന് ആശിച്ചവൻ ഇത് കേൾക്കുന്നുണ്ട്. എവിടെയൊക്കെ തെറ്റിയൊഴിഞ്ഞെങ്കിൽ കർത്താവിന് നന്ദി പറഞ്ഞോളണം. സ്തോത്രം. ആ കരുത്തോടെ പ്രാർത്ഥിച്ചോളണം. പ്രാർത്ഥിക്കാനൊക്കെ നിൽക്കുന്നവർ ആ ശക്തിയോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം. യെശയ്യാ പ്രവചനം 26 അധ്യായം 1 മുതൽ 4 വരെ വായിച്ച്. യെശയ്യാ പ്രവചനം 26 1 മുതൽ 4 വരെ. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും. നമുക്ക് ബലമുള്ള ഒരു പട്ടണമുണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വെക്കുന്നു. വിശ്വസ്തത കാണിക്കുന്ന നീതിയുള്ള ജാതി പ്രവേശിക്കേണ്ടതിന് വാതിലുകളെ തുറപ്പിൻ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പിൻ. ആ വാക്യം മുഴുവനും വിശദീകരിക്കാൻ സമയമില്ല. അതിനകത്ത് എഴുതിയിരിക്കാൻ കണ്ടോ? രക്ഷയെ കൊത്തളവുമാക്കി വെച്ചിരിക്കുന്നു ദൈവം. രക്ഷയെ, ആമേൻ. രക്ഷിക്കപ്പെട്ടവർ കൈ ഉയർത്തിയേ. ഇത്രയും പേരൊക്കെ ഉള്ളു ഇതിനകത്ത്. രക്ഷിക്കപ്പെട്ടവർ ഉറപ്പ് വേണം കേട്ടോ. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ പാസ്റ്ററിന് വേറെ ജോലിയില്ലേ എന്നൊക്കെ ചിന്തിക്കും. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ ഹല്ലേലൂയ മുഴുവൻ സംരക്ഷണവും ദൈവം നമുക്ക് തരുന്നതിൻ്റെ ആധാരം നമുക്ക് ദൈവം തന്ന രക്ഷയാ. ബൈബിൾ പറയുന്നില്ല രക്ഷിക്കപ്പെടുന്നവൻ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവൻ, സ്നാനപ്പെടുന്നവൻ രക്ഷിക്കപ്പെടണം, കർത്താവിൽ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു ചെറിയ പ്രയാസം വരും. നിങ്ങളിവിടെ ഹല്ലേലൂയ മനസ്സിലാക്കണമേ. ആ വചനത്തിന്റെ ആശയം മൊത്തം വിശദീകരിച്ചാൽ മനസ്സിലാകും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ തിരിച്ചറിയണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ടവരെങ്കിൽ അത് നിങ്ങൾക്ക് മതില. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞോളണം. അത് നിങ്ങൾക്ക് മതിലാണ്. നിങ്ങൾക്കത് കോട്ടയാണ്. നിങ്ങൾ ഹല്ലേലൂയ സംരക്ഷണ ഭിത്തിയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിശാചിന് ചെയ്യണമെന്നുണ്ടായിട്ടും കഴിയാത്തത്. രക്ഷിക്കപ്പെട്ടത് ഭാഗ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ വിശദീകരണം മറ്റൊരവസരത്തിൽ തരാം. ഇതുപോലെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഹല്ലേലൂയ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ അത് സമയം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്തവരോട് പറയട്ടെ, പള്ളിയിൽ പോയാൽ രക്ഷ കിട്ടത്തില്ല കേട്ടോ. ആമേൻ. രക്ഷ എഴുതി കെട്ടിയാലും കിട്ടത്തില്ല. ആമേൻ. രക്ഷ എഴുതി കെട്ടുന്നവരുണ്ട്. അരയിലും കയ്യിലൊക്കെ അതിലൊന്നും രക്ഷ കിട്ടത്തില്ല. ആമേൻ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ കിട്ടൂ. ആ രക്ഷ കിട്ടാനാണ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് വിശ്വസിച്ചവൻ സ്നാനപ്പെടണമെന്ന് പറയുന്നു. അല്ലാതെ മറ്റൊന്നുമല്ല. നിന്റെ സംരക്ഷണ ഭിത്തി നീ പൊളിക്കരുത്. നിനക്ക് തുറന്നു കിടക്കണം. അവൻ എപ്പോഴും വേണോ നിന്നെ തകർക്കണം. നിന്റെ ആയുസ് തീരുന്നതിനകത്ത് തകർക്കണം, നശിപ്പിക്കണം, നരകത്തിലോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ആ വേലി പൊങ്ങാൻ പിശാച് അനുവദിക്കാത്ത. അതുകൊണ്ടാണ് ഇത് പറയുമ്പോൾ വലിയ പ്രയാസം, ആർക്കും താല്പര്യമില്ലാത്തത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പിശാച് പറയുന്നത് കേൾക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കേൾക്കണം. നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. അത് ഹല്ലേലൂയ, അത് നമ്മുടെ വേലിയാണ്. നമുക്ക് ചുറ്റും ദൈവം വച്ചിരിക്കുന്ന വേലിയാണ്, സംരക്ഷണ ഭിത്തിയാണ്. അതിനെക്കുറിച്ചുള്ള ആശയം ആഴമാണ് ബൈബിളിൽ കിടക്കുന്നത്. നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അതിനകത്തിരുന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്ഥിരമാനസൻ, സ്ഥിരതയോടെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. ആ സംരക്ഷണം അതിനകത്തോട്ട് നിങ്ങൾ കടന്നു വരണം. അതാ ഞാൻ സഭയെക്കുറിച്ച് പറഞ്ഞത്. അതാ കെട്ടിയടച്ച തോട്ടം എന്ന് പറഞ്ഞത്. അത് ഹല്ലേലൂയ യേശു രക്തം കൊടുത്ത് സമ്പാദിച്ചതാന്ന് പറഞ്ഞത്. ഒത്തിരി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഞാൻ വിടുക. ഹല്ലേലൂയ. നമ്മളൊരു കരുത്തോടെ ദൈവസന്നിധിയിൽ
പൊസിഷനിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും തയ്യാറായാൽ കർത്താവ് നമ്മെ വിടുവിപ്പാനിടയായി തീരും. ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു അനുഭവത്തിലാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല, ഈ ഒരു അനുഭവത്തിലാണ് ഈ സഭ കടന്നു പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. രക്ഷയെ മതിലാക്കി വെച്ചിരിക്കുന്ന ദൈവം, നമ്മളല്ലാക്കിയ ദൈവം മതിലാക്കി. അതിൻ്റെ ഒന്നും ഒരു ഉറപ്പില്ലാത്ത നിങ്ങൾക്ക്, അതൊരു ഭയങ്കര ഉറപ്പല്ലേ അത്? നിനക്ക് ചുറ്റും അത് മതില. ആമേൻ. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് പിശാച് എന്ന് പറഞ്ഞു നോക്കിയ തൊടത്തില്ല. നമ്മളെ പേടിച്ചൊളിക്കുക. തൊടാൻ പറ്റുമെങ്കിൽ തൊടാൻ പറഞ്ഞു നോക്കിയ തൊടാൻ പറ്റത്തില്ല. ഒരു ദൈവ പൈതലാണോ? തൊടാൻ പറ്റത്തില്ല. പിശാച് പറയുന്ന ഭീഷണിക്ക്, പറ്റിക്കുന്നവർ പറയുന്ന ഭീഷണിക്ക് നമ്മൾ എന്നോട് വരുമ്പോൾ ഞാൻ പറയും ഒരു പോരാട്ടം ഇല്ലെന്ന് പറയുമ്പോൾ പാസ്റ്റർ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. പിന്നെ പോരാട്ടം ഉണ്ടെന്ന് പറയുന്നവരടുത്ത പോണേ. പോരാട്ടം ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമത്തിൽ തീരണം. ശ്രോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു വ്യക്തി വരണമെന്ന് പറഞ്ഞു, പ്രാർത്ഥന ആവശ്യപ്പെട്ടതാ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാ, പൈശാച് ഉപദ്രവം വാരി അടിച്ചൊക്കെ പൊട്ടിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളിത് കഴിഞ്ഞ് വണ്ടി വിടത്തില്ലേ? 12 മണി നോക്കിയിരിക്കുക. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞ് ഒക്കെ പോകാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കണം വന്നാൽ. അപ്പൊ അവരോടൊന്നും നമ്മൾ വരണ്ടെന്ന് പറയും, നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷെ എല്ലാവരോടും പറയും, നിനക്ക് ആമേൻ ഹല്ലേലൂയ നീ രക്ഷിക്കപ്പെടണം, കർത്താവ് രക്ഷിക്കും. എന്നാന്നറിയോ? ബിനിൽ പാസ്റ്റർ എത്ര കെട്ടും വേലി? സ്തോത്രം. പക്ഷെ കർത്താവ് കെട്ടുന്ന വേലിക്കകത്ത് നീ വരണം. കർത്താവ് കെട്ടുന്ന വേലിക്കകത്ത് വരണം. കർത്താവ് കെട്ടുന്ന വേലിക്കകത്ത് നിന്നാൽ അസാധാരണമായ അനുഗ്രഹം നിനക്ക് പ്രാപിക്കാൻ പറ്റും. ശക്തമായ വിടുതൽ അതിനകത്ത് പ്രാപിക്കാൻ പറ്റും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ആ ഒരു രക്ഷ ലഭിച്ചെന്ന് ഉറപ്പുള്ളവർ ഒന്നുകൂടെ കർത്താവിനെ ശക്തിയോടെ സ്തുതിച്ചേ. ഒരു നല്ല ഹല്ലേലൂയ പറയണം കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഈ പിശാച് കാണണം ഇവിടെ കുറെ ഉണ്ടെന്ന്. അവൻ നമ്മളെ തൊടാൻ ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ലല്ലോ. അവരുടെ ഘോഷമാ മുഴങ്ങണ്ടേ. അവരുടെ ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുവോ? സ്തോത്രം. ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ നിൽക്കുവോ? നിൽക്കാൻ പറ്റത്തില്ല. വല്ലാത്ത ആശയുണ്ട്. നിങ്ങൾ ഇന്ന് ഇതിനകത്ത് വരുമോ? ഇന്ന് ആദ്യമായിട്ട് വന്നവർ ഈ സന്ദേശം കേൾക്കുക. ദൈവത്തിന്റെ സ്നേഹമെന്ന് തിരിച്ചറിയുക. നിന്നെ ആ വേലിക്കകത്ത് തമ്പുരാൻ വിളിക്കുക. സ്തോത്രം. വേലിക്കകത്ത് തമ്പുരാൻ വിളിക്കുക. അവൻ പണിയും. സ്തോത്രം. ഒരു ശത്രുവിന് നിന്നെ തകർക്കുമെന്ന് നീ ചിന്തിക്കുന്ന ഏത് വിഷയമുണ്ടെങ്കിലും ഇന്ന് പകൽ വിടുതല, 100% വിടുതല. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 22-23 വാക്യങ്ങൾ. നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളതാ കർത്താവ് മാതൃക. ഓടിച്ച് 1-2 വാക്ക്. എനിക്ക് കുറെ വചനങ്ങൾ പറയണം, പെട്ടെന്ന് പറഞ്ഞു. 1 പത്രോസ് 2:22-23. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കാത്രേ ചെയ്തത്. യേശു ചെയ്ത കാര്യമാ. സ്തോത്രം. ഞാനിങ്ങനെ കട്ട് ചെയ്ത് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവും. സ്തോത്രം. നന്മ മാത്രം ചെയ്ത കർത്താവ്. തനിക്ക് ഭീഷണി ഉണ്ടായി, ഉപദ്രവം ഉണ്ടായി. സ്തോത്രം. പക്ഷെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. ഭീഷണിപ്പെടുത്തിയവനെ തിരിച്ച് ഭീഷണിപ്പെടുത്തിയില്ല. അടിച്ചവനെ തിരിച്ച് അടിച്ചിട്ടില്ല. എന്നെ എടുത്തു. എന്നിട്ട് എന്നാ ചെയ്തു? ന്യായമായി വിധിക്കുന്നവന്റെ കയ്യില് കാര്യത്തെ ഭാരമേൽപ്പിച്ചു. ദൈവസഭയോട് ഞാൻ പറയട്ടെ, ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ പറഞ്ഞില്ലേ വേലി കെട്ടിയെന്ന് പറഞ്ഞ ദൈവം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു അവസ്ഥ ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾ ഹല്ലേലൂയ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ന്യായമായി എനിക്ക് വേണ്ടി വിധി കൽപ്പിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. സഭയ്ക്ക് ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ന്യായമായി വിധിക്കുന്ന, അതറിയുന്നവൻ, ന്യായമായി വിധിക്കുന്നവൻ്റെ അടുത്ത് സകല കാര്യങ്ങളും കൊടുത്ത് ഈ വേലി ചാടാതെ അകത്ത് നിൽക്കണം. സ്തോത്രം. അകത്ത് നിൽക്കണം. എന്ന് പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രശ്നങ്ങൾ വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. നമുക്ക് ഹല്ലേലൂയ ചിന്തിക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരും. പക്ഷേ ഉറച്ചോളണം, ന്യായമായി എനിക്ക് വേണ്ടി വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. ഇന്നും എന്നും ന്യായമായി വിധിക്കുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെ ഹല്ലേലൂയ നിങ്ങൾ പരിശീലിക്കാൻ തുടങ്ങിയാൽ, അങ്ങനെ നിങ്ങൾ ശീലിക്കാൻ തുടങ്ങിയാൽ, ന്യായമായ ദൈവത്തിന്റെ വിധി നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ന്യായമായ വിധി, അനീതിയില്ലാത്ത വിധി ദൈവം നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുത്തും. കൃത്യതയോടെ നിങ്ങളോട് ഞാൻ പറയുന്നു, എടുത്തു ചാടരുത്, വിട്ടിട്ടോടരുത്. കാര്യങ്ങൾ ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പ്രാഗൽഭ്യം ഉണ്ടാകണം. ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കാൻ നമുക്ക് കരുത്തുണ്ടാകണം. അങ്ങനെ കൊടുത്തിട്ട് നീ ശാന്തമായിരുന്നാൽ ഈ കണ്ണടയും മുമ്പ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം ന്യായമായ വിധി വെളിപ്പെടുത്തിയിരിക്കും. അതാരാണെങ്കിലും ദൈവം ചെയ്തിരിക്കും, ഏത് വ്യക്തിയാണെങ്കിലും. അതുകൊണ്ട് കരയുന്നവരും സങ്കടപ്പെടുന്നവരും ന്യായം കിട്ടാതിരിക്കുന്നവരും വലിയ സങ്കടത്തോടെ ഈ ദിവസങ്ങളിൽ ഉഴന്ന് നടക്കുന്നവരോടൊക്കെ ഞാൻ പറയട്ടെ, ന്യായമായി വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. അയ്യോ, അതെന്നെ ഭയങ്കര ഒരു സന്തോഷമല്ലേ.
ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ആ ദൈവത്തോട് നീ പറ, കർത്താവ് ന്യായമായി ഉത്തരം തരും. ആമേൻ. എനിക്ക് എന്തോ ഒരു പ്രാഗൽഭ്യക്കുറവ് നിങ്ങൾക്കുള്ളല്ലോ തോന്നുന്നു. ന്യായമായി വിധിക്കുന്നവന് അനീതി അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തോട് പറ. നിനക്ക് പറയാൻ പ്രാഗൽഭ്യമുണ്ടോ? ന്യായമായി വിധിക്കുന്ന ദൈവത്തോട് വിഷയം അവതരിപ്പിക്കാൻ കരുത്തുണ്ടോ? ന്യായമായ വിധി വെളിപ്പെട്ടിരിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 32 മുതൽ 35 വരെ വായിച്ചേ. 2 രാജാക്കന്മാരുടെ പുസ്തകം. അതുകൊണ്ട് യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എയ്യുകയില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിന് എതിരെ വാട കോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും, ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. മതി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ നമ്മുടെ പ്രസംഗാശയം ഞാനത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിടിയിട്ടേ. ഈ പറഞ്ഞതെല്ലാം ചേർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. തീ മതിലായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, നമ്മളെ വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. അതിനിടയിൽ ദൈവത്തിൻ്റെ ഹല്ലേലൂയ രീതികളുണ്ട് തൻ്റെ ജനത്തിനു വേണ്ടി. അതൊക്കെ ഹല്ലേലൂയ വിശദീകരിച്ച് പറയേണ്ടതാണ്. നമ്മൾ ഈ വായിച്ച ഭാഗം നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ആ അധ്യായങ്ങൾ വായിച്ചാൽ പോലും അത് ഹല്ലേലൂയ ചിലപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. മനസ്സിരുത്തി ആ പുസ്തകം നിങ്ങൾ വായിച്ചാൽ, മുൻപും പിൻപും ഒക്കെ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ യഹൂദ രാജാവായ ഹിസ്കിയാ രാജാവിൻ്റെ ചരിത്രം പറയുന്ന ഭാഗമാണ്. നമ്മൾ ആ മെസ്സേജുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ആ മനുഷ്യനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ദാവീദിന് ശേഷം ദൈവത്തെ അനുസരിച്ച രാജാവ്, അതുപോലെ അനുസരിച്ച ഒരു രാജാവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഹല്ലേലൂയ അതിന് മുമ്പും പിൻപും ഉണ്ടായില്ല എന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ 18-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ഞാനതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ച് പെട്ടെന്ന് പോകാം. നിങ്ങളത് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. 1 തൊട്ടുള്ള വാക്യങ്ങളാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 1 തൊട്ട്. ഇസ്രായേൽ രാജാവായ ഏലായുടെ മകനായ ഹോശയുടെ 3-ാം ആണ്ടിൽ യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 29 സംവത്സരം വാണു. അവന്റെ അമ്മയ്ക്ക് അബി എന്നു പേർ. അവൾ സെഖരിയാവിന്റെ മകളായിരുന്നു. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഗുഷ്ടാൻ എന്ന് പേരായിരുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അവന് മുമ്പും പിൻപും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല. അപ്പൊ നല്ല ദൈവത്താൽ സാക്ഷ്യം ലഭിച്ച ഒരു രാജാവ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ദൈവമുണ്ട് കേട്ടോ, നമുക്കൊരു ദൈവമുണ്ട്. അതാ വിഷയം. ഈ മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പറഞ്ഞതെല്ലാം ചെയ്ത് ഈ പറഞ്ഞ ഹല്ലേലൂയ കാര്യാദികൾ അവൻ ചെയ്തു. സ്തോത്രം. അവൻ ഹല്ലേലൂയ പൂജാഗിരികളെ നീക്കി. ഇവിടെ ഒരു വിഷയം എഴുതിയിട്ടുണ്ട്. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പത്തെ അവൻ ഉടച്ചു കളഞ്ഞു. സ്തോത്രം. മോശ ഉണ്ടാക്കിയ താമ്ര സർപ്പം. എപ്പോഴാണ് മോശ താമ്ര സർപ്പം ഉണ്ടായത്? അഗ്നി സർപ്പത്താൽ ഹല്ലേലൂയ ജനം മരിച്ചപ്പോൾ അഗ്നി സർപ്പത്തിന്റെ ആക്രമണത്തിൽ ദൈവം അയച്ച ന്യായവിധിയിൽ ജനം തകർന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിലവിളിച്ചോ പറഞ്ഞു, ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താൻ പറഞ്ഞു. അതിൽ നോക്കുന്നവനൊക്കെ രക്ഷപ്പെടും. നോക്കിയവനൊക്കെ രക്ഷപ്പെട്ടു. യേശു കർത്താവിനെ അതുപോലെയാണ് ക്രൂശിൽ ഉയർത്തിയെന്ന് പറയുന്നു. വിശദീകരിക്കാനായിട്ട് സമയമില്ല. പക്ഷേ ആ സംഭവം കഴിഞ്ഞപ്പോൾ അവരതിനെ നേരെ പിഴുതുകൊണ്ടുവന്ന് ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. അന്ന് തൊട്ട് ഈ സമയം വരെ അവരതിനെ വേറൊരു പേരിട്ട് ആരാധിച്ചു. നെഗുഷ്ടാൻ എന്ന് പേരിട്ടിട്ട് അന്ന് കർത്താവ് തുടങ്ങിയതിനെ ആരാധിച്ചു. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പണ്ടത്തെ പോലെ ഇന്ന് ആ ക്രൂശും എടുത്തുകൊണ്ട് ഈ ദുഃഖവെള്ളിക്ക് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് പിടിയിട്ടുന്നുണ്ടോ? അന്ന് ഹല്ലേലൂയ ഈ താമ്ര സർപ്പത്തെ ഹല്ലേലൂയ ഉയർത്തി അതിൽ നോക്കിയവർക്കൊക്കെ രക്ഷ കിട്ടി. അവിടെ വിടുതലായ ജനം എല്ലാം കൂടെ ഇതിനെ പിഴുതെടുത്തുകൊണ്ട് നേരെ കൊണ്ട് നാട്ടിയേച്ച് അതിന്റെ മുമ്പിൽ ധൂപം കാണിച്ച് അതിനെ അങ്ങ് ആരാധിക്കാൻ തുടങ്ങി. ഈ കാലം വരെ ഇവൻ വന്നപ്പോൾ ഹല്ലേലൂയ ദൈവഹിതം ചെയ്യുന്ന രാജാവ് വന്നപ്പോൾ അതിനെ ഉടച്ചു കളഞ്ഞു. ഞാൻ പറയട്ടെ, ഏത് കാലത്തിലും ഉടയ്ക്കേണ്ട പാരമ്പര്യത്തെ ഉടച്ചേ പറ്റൂ. ഏത് കാലത്തിലും തകർക്കേണ്ടതിനെ തകർത്തേ പറ്റൂ. അതിന്റെ ഹല്ലേലൂയ അംശവും പിടിച്ചുകൊണ്ട് നിങ്ങൾ നടക്കരുത്. അത് എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കത്തില്ല. സ്തോത്രം. ഇവിടെ അതിനെ ഉയർത്തി അവർ ആരാധിക്കുകയും ആമേൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇവൻ വന്ന് അതിനെ തകർത്തു. അത് ദൈവത്തിന് പ്രസാദമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ മനുഷ്യൻ ഹല്ലേലൂയ അങ്ങനെ ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ സന്നിധിയിൽ ശക്തിയോടെ നിന്നപ്പോൾ അവന്റെ ശത്രു ഹല്ലേലൂയ അവനെതിരെ യുദ്ധത്തിന് വന്നു. ശക്തമായ യുദ്ധത്തിന് വന്നു. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കും പോലെ പറയും. എന്നിട്ടും ആരും ശ്രദ്ധിക്കുന്നില്ല. ആമേൻ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യുദ്ധത്തിന് വന്ന് അവനോട് വെല്ലുവിളിച്ചപ്പോൾ സന്ധിക്കൊക്കെ അപേക്ഷിച്ച് പിഴ കെട്ടാൻ പറഞ്ഞു. പിഴ കെട്ടാന്ന് പറഞ്ഞു. പിഴ കെട്ടി. എന്നിട്ടും വിട്ടില്ല. അതൊക്കെ
ആമേൻ ഹല്ലേലൂയ മനസ്സിലാക്കുക. വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അവരെ വിട്ടില്ല. ഹല്ലേലൂയ. ആ രാജാവ് ഹല്ലേലൂയ ആളയച്ച്, ഹല്ലേലൂയ റബ്ഷാക്കെ എന്ന് പറയുന്ന മനുഷ്യനെ അയച്ച് ഇവരോട് സംസാരിക്കുന്ന ഭാഗമുണ്ട്. അതിന്റെ 18-ാം അധ്യായത്തിന്റെ 29 തൊട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളിലോട്ട് നിങ്ങൾക്ക് ഹല്ലേലൂയ ശ്രദ്ധിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ചില ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകും. 18-ന്റെ 29 തൊട്ടുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാനൊന്ന് വായിക്കാം. എടുത്തവർ അത് നോക്കിക്കോ, അല്ലാത്തവർ ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചോ. ആമേൻ ഹല്ലേലൂയ. ആ മനുഷ്യൻ ഹല്ലേലൂയ, ഈ ശത്രു രാജാവ് അയച്ച മനുഷ്യൻ വന്ന് ആ ജനത്തോട് പറയുന്ന വാക്ക് ഇതാണ്: ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ഹിസ്കിയാവ്, അതായത് നിങ്ങളുടെ രാജാവ് നിങ്ങളെ ചതിക്കരുത്. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ അവന് കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും. ഈ നഗരം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. നല്ല ഉപദേശമല്ലേ, സ്തോത്രം. അവൻ പറയുക, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചോ, ദൈവം നിങ്ങളെ വിടുവിക്കും. ഇത്രയും നേരം ബിനിൽ പാസ് പറഞ്ഞ പോലെ. അപ്പൊ വേറൊരുത്തം വന്ന് പറയുക, അവൻ നിന്നെ പറ്റിക്കരുത്, വിടുതലൊന്നും നടക്കത്തില്ല, വേണമെങ്കിൽ ചാടിക്കോ. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഇവൻ വന്ന് പറയുക, നിങ്ങൾ ഒരിക്കലും ആ രാജാവിനെ വിശ്വസിക്കരുത്, അവന് നിങ്ങളെ രക്ഷിക്കാൻ പറ്റത്തില്ല. രാജാവ് ഉറപ്പിച്ച് പറയുന്ന ഒറ്റ വിഷയം, ബിനിൽ പാസ് ഉറപ്പിച്ച് പറയുന്ന ഒരു വിഷയം, നിനക്ക് കുടുംബത്തിന് രക്ഷയുണ്ട്, നിന്നെ ദൈവം വിടുവിക്കുമെന്ന് പറയുന്നത്. ആമേൻ. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമുക്കൊരു ദൈവമുണ്ട്. ഇവിടെ ആ മനുഷ്യമെന്ന് പറഞ്ഞു കൊടുക്കുക, യഹോവ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് അവൻ നിങ്ങളെ പറ്റിക്കരുത്. അങ്ങനെ ഒരു ദൈവം വിടുവിച്ച ചരിത്രമില്ല. താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിലാകും. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച്, ആ വാക്ക് ശ്രദ്ധിച്ച്, അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. നിങ്ങളെ ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുമാറാക്കരുത്. ഇതാ പിശാചിന്റെ തന്ത്രം. ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങിയാൽ, യഥാർത്ഥമായി ദൈവത്തിൽ വിശ്വസിച്ച് നിൽക്കാൻ, യഥാർത്ഥമായി ദൈവത്തിന്റെ സംരക്ഷണയ്ക്കകത്ത് നിർത്തത്തില്ല. പിശാചിന്റെ തന്ത്രമാണ് ഈ ജനത്തെ തകർക്കണം. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അടുത്ത് പറയുന്നത്, ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഹിസ്കിയാവിന് നിങ്ങൾ ചെവി കൊടുക്കരുത്. എന്നിട്ട് അടുത്ത മോഹന വാഗ്ദാനം. അശ്ശൂർ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുക, ശത്രു പറയുന്നതാണ്, ഇങ്ങനെ കൽപ്പിക്കുക: നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എൻ്റെ അടുക്കൽ പുറത്തു വരുവൻ. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തോളും. ഓഫറിന്റെ പെരുമഴയാണ്. ദൈവം നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. മറിച്ച് നിങ്ങൾ ഹല്ലേലൂയ ഞങ്ങളുടെ പുറകെ വാ, എല്ലാം വാരിക്കോരി തരാന്ന് പറയുക. സ്തോത്രം. നിങ്ങളെ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കണേ. ഞാൻ ഹല്ലേലൂയ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ വായിച്ചങ്ങ് വിടുന്ന. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അതിന്റെ 32-ാമത്തെ വാക്യം, അതിന്റെ അവസാന ഭാഗം പറയുന്നത്, യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുന്ന ഹിസ്കിയാവിന് ചെവി കൊടുക്കരുതെന്ന്. യഹോവ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ചതിക്കുക എന്ന്. സ്തോത്രം. അപ്പൊ അത്രമാത്രം ആ ജനത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഹല്ലേലൂയ ഭയങ്കര ഇഷ്ടപ്പെട്ടത് 36-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ജനം മിണ്ടാതിരുന്നു, അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു. സ്തോത്രം. കൽപ്പന ഉണ്ടായിരുന്നു, മിണ്ടണ്ട. സ്തോത്രം. നമ്മളാണെങ്കിൽ എന്നെ എടുക്കും. ഈ മിണ്ടിയെടുത്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, തിരിച്ചു മിണ്ടിയെടുത്തെല്ലാം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആമേൻ. സ്തോത്രം. ഒരു ഹല്ലേലൂയ ശത്രു സൈന്യം തക്കം പാർത്ത് തകർക്കാൻ ഇന്ന് പകലും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ ആ വാക്ക്, പിശാചിന് നിന്റെ മതിലിനെയാ നോക്കുന്നേ, അല്ലെങ്കിൽ നീ തകരത്തില്ല, നിന്നെ തകർക്കാൻ പറ്റത്തില്ല. അതാ നമ്മുടെ സന്ദേശത്തിന്റെ കാതലായ ഭാഗം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവഹിതം ചെയ്ത്, ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്ത്, ആമേൻ, ആ രാജാവ് ദേശത്തിൽ വാഴുകയാ. ശത്രു വന്നു, പറഞ്ഞതെല്ലാം അനുസരിച്ചു. അവർക്ക് ഹല്ലേലൂയ പിഴ വരെ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഹല്ലേലൂയ വീണ്ടും ആക്രമിക്കുക. ആക്രമിച്ച തന്ത്രമാണ്. സ്തോത്രം. ആ മനുഷ്യനെ പറഞ്ഞയച്ച് പറയുക, നിങ്ങളെ ചതിക്കുക നിങ്ങളുടെ രാജാവ്, ദൈവം നിങ്ങളെ രക്ഷിക്കത്തില്ല. നിങ്ങൾ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ പല ദൈവം അവരൊന്നും രക്ഷിച്ച ചരിത്രമില്ലെന്നാ പറഞ്ഞു കൊടുക്കുന്നേ. രക്ഷിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചാട്. എന്നിട്ട് നിങ്ങൾക്ക് രാജാവ് ഒരുക്കിയിരിക്കുക മുന്തിരിവള്ളി, നിങ്ങളുടെ കിണർ, നിങ്ങൾക്കുള്ളതെല്ലാം തരും, സമൃദ്ധി നിങ്ങൾക്ക് തരും. ഈ രാജാവ് നിങ്ങളെ ചതിക്കുകയാണ്, നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ചതിക്കുകയാണ്, നിങ്ങൾ ചാടാൻ പറഞ്ഞു. പക്ഷേ ജനത്തോട് ദൈവം പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്. അവരതനുസരിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ കേട്ടുകൊണ്ടിരുന്നു. അവർ മിണ്ടാതെ ദൈവം പറഞ്ഞത് കേട്ടിരുന്നപ്പോൾ നടന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ സംരക്ഷണം. ആമേൻ. ഈ ജനം മിണ്ടാതിരുന്നു. ഇപ്പുറത്തെ ശത്രു ദൈവം, ആമേൻ, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തിന്റെ തിരുവെഴുത്തിനെ നിന്ദിക്കുക. ഇതിനകത്തും ഒത്തിരി അങ്ങനെ ഉണ്ടായിട്ടില്ലേ? ഞാൻ അങ്ങനെ എനിക്കറിയാം, നിന്ദിക്കത്തില്ലേ? പക്ഷെ നിന്ദിക്കുകയും പരിഹസിക്കുകയും, ആമേൻ, ഹല്ലേലൂയ, മാർക്കിടുകയൊക്കെ ചെയ്യുമ്പോൾ സത്യവചനമാണ് പറയുന്നതെങ്കിൽ, സത്യസന്ധമായിട്ടാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ നിങ്ങളോട് പറയുന്നതെങ്കിൽ, ആശ്രയിച്ചവൻ ചതിക്കത്തില്ല.
ശത്രു പറഞ്ഞു ഈ ദൈവം ചതിക്കും, ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ചതിക്കുക, നിങ്ങളെ പറ്റിയ. ഇന്ന് പരിഹാസികൾ മുഴുവൻ പറയുന്ന വാക്കുകളായത്. സ്തോത്രം. ചതിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ദൈവം ചതിച്ചോ? ഈ ജനം മിണ്ടാണ്ടിരുന്നപ്പോ ഒറ്റ ദൂതൻ ഒറ്റ രാത്രിയിൽ ഇറങ്ങി. ആമേൻ, സ്തോത്രം. അശ്ശൂർ പാളയത്തിൽ ഒറ്റ ദൂതനെ ദൈവം പറഞ്ഞയച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെ സംരക്ഷിക്കും, വിടുവിക്കും, ആശ്രയിച്ചാൽ രക്ഷിക്കും എന്നൊക്കെ പറയുന്ന തീ മതിലെന്നൊക്കെ പറയുമ്പോൾ ഉത്തരവാദിത്വമുള്ള ഒരു ദൈവമാണ്. സ്തോത്രം. ഇവർക്ക് വേണമെങ്കിൽ ഈ ദൈവം രക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞ് ശത്രുവിന്റെ പുറകെ ഓടാം, ഈ ദൈവം സഹായിക്കത്തില്ലെന്ന് പറഞ്ഞ് എല്ലാം ഇട്ടേച്ച് വേണമെങ്കിൽ ഇറങ്ങി ഓടാം. പക്ഷെ അവർ ഇറങ്ങി ഓടിയില്ല, അവർ മൗനമായിരുന്നു. സ്തോത്രം. അവിടെ രാജാവ് പറഞ്ഞത് കേട്ട് അവർ മൗനമായിരുന്നു. അന്ന് രാത്രി ശത്രു പുറത്ത് വെല്ലുവിളിച്ച ആ രാത്രിയിൽ ആമേൻ ദൈവം ഒറ്റ ദൂതനെ ആമേൻ ഹാലിൽ അയച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചോ? 1,85,000 പേർ ഒറ്റ രാത്രി വീണു. ഒരു അമ്പ് കുലയ്ക്കാതെ, ഒരു വാള് കൊണ്ട് വെട്ടാതെ. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിച്ച ഒരുത്തന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോര പൊടിയാതെ. ആ വാക്കെല്ലാം ഞാൻ ഹല്ലേലൂയ ദൂതായിട്ട് വിളിച്ചു പറയുക. നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ, ആമേൻ. ശത്രുവിന്റെ ഒരമ്പ് നിന്റെ പാളയത്തിൽ ഒരു കുഞ്ഞിനെ തൊടാതെ, നിന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ തൊടാതെ, ആമേൻ, ശത്രുവിനെതിരെ നീ ഒന്ന് വാളെടുത്ത് വെട്ടാതെ, നീ ശാന്തമായി ആമേൻ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ച് ഉറങ്ങിയ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ദൂതനയച്ച് ശത്രുവിന്റെ പാളയത്തിൽ 1,85,000 ഒറ്റ രാത്രി കൊണ്ട് വീഴിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന ദൈവസഭ, ദൈവജനം തിരിച്ചറിയ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ രക്ഷിപ്പാൻ ശക്തനാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, യുദ്ധം ദൈവത്തിനുള്ളതാണ്. നീ മിണ്ടാതിരിക്കുക, നീ മിണ്ടാതിരിക്കുക, നീ മൗനമായിരിക്കുക. നീ ഹല്ലേലൂയ കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം ചതിക്കപ്പെടരുത്, വേലി പൊളിച്ച് ചാടരുത്. വേലി പൊളിക്കാൻ ശത്രു ശ്രമിക്കുക, വേലി പൊളിച്ച് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ, മാനുഷിക ശക്തികളെ തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽ ദൈവസഭ ഒരു മനസ്സോടെ നിൽക്കുന്നെങ്കിൽ ഇതിനകത്ത് ഒരു ദോഷം വരാതെ ശത്രുവിനെ നമ്മൾ തോൽപ്പിക്കും. ഇതിനകത്ത് ഒരു കുഞ്ഞിന് ദോഷം വരാതെ ശത്രു പൂർണ്ണമായി തകരുന്നത് ദൈവം നിന്നെ കാണിക്കും. ദൈവം നിന്നെ കാണിക്കും. ദൈവം നിന്നെ കാണിക്കും. സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ വളരെ ഗൗരവത്തോടെ ഈ സന്ദേശം എടുക്കണം. എനിക്ക് ഹല്ലേലൂയ നിർബന്ധമാണ് സമയത്തിന് നിർത്തണമെന്നുള്ള ഇപ്പോൾ. കാരണം ഒരു കാരണം കൊണ്ടും ദൈവസഭ താഴോട്ട് പോകരുത്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഒരു മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റത്തുള്ളൂ. അത് ആവർത്തിച്ച് ദൈവവചനത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാ ഞാൻ വീണ്ടും ഇത് പറയുന്നത്. ഇതിനെതിരെ പിശാചിന്റെ സകല പോരുകളും സകല പ്രവർത്തികൾ. നിങ്ങൾക്കതിന്റെ അതിശയം മനസ്സിലായോ? അവിടെ എഴുതിയ വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഒരു അമ്പ് കുലയ്ക്കാതെ, ഒരു വാളെടുത്ത് വെട്ടാതെ, ആമേൻ, സ്തോത്രം, ശത്രുവിനെ ദൈവം പരാജയപ്പെടുത്തി. ഇത് അനുഭവമായി മാറണമോ? ഇത് അനുഭവമായി മാറണമോ? ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. നമുക്ക് ചുറ്റും വേലി കെട്ടിയ ഒരു ദൈവമുണ്ട്. ആശ്രയിക്കുന്ന ദൈവം വിടുവിക്കും. അവൻ ഹല്ലേലൂയ സർവശക്തനാണ്. മറ്റുള്ള ആശ്രയത്തെ ഒഴിവാക്കുക. ഈ ദൈവത്തെ അനുസരിക്കുക. അകത്ത് പ്രശ്നങ്ങളും വേദനകളും വരും. ന്യായമായി വിധിക്കുന്നവൻ. ഈ ജനം അതാ ചെയ്തേ. ന്യായമായി വിധിക്കുന്ന ഒരു ദൈവം അവർക്കുണ്ട്. അവർ മിണ്ടാതിരുന്നു. അത് എളുപ്പമുള്ള കാര്യമല്ല. മിണ്ടാതിരുന്നു. സ്തോത്രം. മിണ്ടാതെ മൗനമായി പറഞ്ഞത് അനുസരിച്ചിരുന്നു. ദൈവസഭയോട് ഇന്ന് പകൽ പറഞ്ഞത് അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അനുസരിച്ച് മൗനമായിരുന്നപ്പോ എന്റെ ചിന്ത ഇതാണ്: ജനമെല്ലാം ശാന്തമായി ഉറങ്ങി. ആ രാത്രിയിൽ ഒരു ദൂതൻ അങ്ങ് ഇറങ്ങി. ഇങ്ങനെയൊക്കെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ന്യായമായി വിധിക്കാൻ നീ ഏൽപ്പിച്ച വിഷയത്തിന്റെ വിധി നടക്കാൻ പോവാ. അതിനൊരു ഹല്ലേലൂയ പറയാൻ അങ്ങനെ ഏൽപ്പിച്ചവരുണ്ടെങ്കിൽ പറയും. ന്യായമായി വിധിക്കാൻ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച വിഷയത്തിന്റെ വിധികൾ, ആമേൻ, സ്തോത്രം, നിന്റെ കണ്ണടയും മുമ്പേ കാണും. ഞാൻ എന്നോടും ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ചിലരോട് ആമേൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയാം ഈ വചനം. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു ദൈവ നിയോഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ന്യായമായി ദൈവം നടത്തുന്ന വിധികൾ നിന്റെ കൺമുമ്പിൽ പരിശുദ്ധാത്മാവ് കാണിക്കും. ന്യായമായ വിധികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കും. അത് ഹല്ലേലൂയ ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. അശ്ശൂർ പാളയത്തിൽ ആ രാത്രി 1,85,000 വീഴിപ്പാൻ ദൈവത്തിന്റെ വിശ്വസ്തത ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്നവരാരാണ് ഇതിനകത്തിരിക്കുന്നത്? ആണ്ടുകൾ കൊണ്ട് ശത്രു നിന്നെ തകർക്കുന്നു. ആണ്ടുകൾ കൊണ്ട് നിന്റെ കുടുംബത്തെ തകർക്കുന്നു. നിന്റെ ശരീരത്തെ ബന്ധിക്കുന്നു. നിനക്ക് ഹല്ലേലൂയ സ്വസ്ഥതയില്ലാത്ത അനുഭവത്തിൽ നീ മുമ്പിലേക്ക് പോകുന്നു. നിന്റെ ന്യായത്തെ മറിക്കുന്ന ചിലർ എഴുന്നേറ്റിരിക്കുന്നു. നിന്റെ നന്മയെ മറിക്കുന്ന ചിലർ എഴുന്നേറ്റിരിക്കുന്നു. ഈ ആലയത്തിന്റെ അകത്തിരുന്ന് കർത്താവിനോട് പറ,
അവൻ ന്യായമായി വിധിക്കുക. അന്യായമായതെല്ലാം തമ്പുരാൻ നീക്കുക. ന്യായമായവൻ വിധിക്കുമ്പോൾ നീയും നിന്റെ തലമുറയും വിടുതൽ കാണും. സഭ വിടുതൽ കാണും. നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരും. നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വരും. തകരുന്നത് നീയല്ല, നിന്റെ കുടുംബമല്ല. ആമേൻ. കൃപയാൽ ശത്രു തകരും. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ശബ്ദമുയർത്തി ആർപ്പിട്ട് നല്ല കർത്താവിന് ഈ പകലിൽ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ചില വിടുതലുകൾ സംഭവിക്കും കേട്ടോ. ചിലത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അന്യായമായ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറാൻ പോകുക. ആമേൻ. ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി നിൽക്കുന്നതെല്ലാം തകരാൻ പോകുക. ദൈവം നടപടി ആമേൻ എടുക്കുന്ന ദിവസങ്ങൾ, ദൈവം പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയങ്ങൾ, ദൈവം അസാധാരണമായത് നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സമയങ്ങൾ, കാലങ്ങൾ വെളിപ്പെട്ടു വരുന്നു. അവൻ വിശ്വസ്തനാണ്. നിനക്ക് ചുറ്റുമുള്ള അവന്റെ വേലി, ആമേൻ, അവൻ നിനക്ക് ചുറ്റും കെട്ടിയ മതിൽ അത് ശക്തമാണ്. തിരിച്ചറിഞ്ഞ് കർത്താവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽപ്പിക്കാം. കുറച്ച് കൈയടിക്കാനും കുറച്ച് സന്തോഷിക്കാനല്ല ഈ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് തരുന്നേ. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത രഹസ്യ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. നിനക്ക് ന്യായം കിട്ടാത്ത ഒരു വീടിനകത്താണോ നീ പാർക്കുന്നേ? നിനക്ക് ന്യായം കിട്ടാത്ത ഒരു ഓഫീസിലാണോ നീ നിൽക്കുന്നേ? നിനക്ക് ന്യായം കിട്ടാത്ത ഇടച്ചാണോ ഇന്ന് പകൽ നീ ആയിരിക്കുന്നത്? ഇതിനകത്ത് ഞാൻ പറയുന്നു, ഇത് ദൈവസഭയാ, കെട്ടിയടച്ച തോട്ടമാ. ഇതിനകത്തിരുന്ന് ന്യായമായി വിധിക്കുന്നവന്റെ അകത്ത് വിധിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ നീ കാര്യം പരമേൽപ്പിക്കുക. ഈ ആണ്ട് തീരുന്നത് വരെ കാത്തിരിക്കാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല. ന്യായമായ വിധി നിനക്ക് വേണ്ടി എന്റെ തമ്പുരാൻ പുറപ്പെടുവിക്കുമ്പോൾ ഒരു ശത്രുവിനും ജയിക്കാൻ പറ്റത്തില്ല. ഒരു ശത്രുവിനും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ന്യായം നിന്റെ അവകാശമാണ്. സ്തോത്രം. ധൈര്യത്തോടെ ഇന്ന് പകൽ ആരാധിക്കണം. സന്തോഷത്തോടെ ആരാധിക്കണം. വേലി കെട്ടിയ ദൈവമാ നിർത്തിയിരിക്കുന്നേ. തൊടാൻ പറ്റുമെങ്കിൽ തൊട്. ആമേൻ. പൊളിച്ചുകൊണ്ട് ചല്ലാതെ നിന്റെ രോമത്തെ തൊടത്തില്ല കേട്ടോ. ആ തന്റെ ഇടത്തോടെ നിൽക്കാൻ കരുത്ത് വേണം. രക്ഷിക്കപ്പെട്ടവൻ ആമേൻ ഹല്ലേലൂയ ധൈര്യം വേണം. രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെടണം. അതാ നിന്റെ സംരക്ഷണം. അതിൽ നിന്ന് നിന്നെ വലിച്ചു മാറ്റാൻ പിശാചിന് നിന്നുകൊടുക്കരുത്. രക്ഷിക്കപ്പെട്ടവൻ പറയണം, എന്റെ യോഗ്യത ഈ മെസ്സേജ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾ പറയണം, ഞാൻ ഇത് റിസീവ് ചെയ്യുന്നത്, ഞാൻ ഈ സന്ദേശം സ്വീകരിക്കുന്നത് എന്റെ കഴിവല്ല, എന്റെ കർത്താവിനെ രക്ഷിച്ചത് കൊണ്ട് അതെന്റെ അവകാശമാണ്. പിശാച് നിനക്ക് തൊടാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെടാത്ത സകല തലമുറകളും ഭർത്താക്കന്മാരും ഇരച്ചു കയറാൻ പോകുക ഇതിന്റെ അകത്ത്. നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നീ നിന്റെ വീടിനൊരു സംരക്ഷണ ഭിത്തിയാ. നിന്റെ ഹല്ലേലൂയ പ്രാർത്ഥന ആമേൻ അത് സംരക്ഷണമാണ്. നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ശുശ്രൂഷകൾക്കായി നന്ദി പറയാൻ പറ്റുമെങ്കിൽ നീ ദൈവത്തെ സ്തുതിക്ക്. ഏതാണ്ടൊക്കെ ഇന്ന് പകൽ തകരുന്ന പകല, ദൂതൻ ഇറങ്ങുന്ന പകല, യുദ്ധം നടക്കുന്ന പകല, ജയം നീ അവകാശമാക്കുന്ന പകല, ശത്രു പരാജയം രുചിച്ചറിയുന്ന പകല. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഹൃദയത്തിനകത്ത് എഴുതണം. എങ്കിലേ വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റൂ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഓരോ കരുത്തോടെ സഭയോട് ചേർന്ന് നിൽക്കണം. മറ്റുള്ളവർ നിൽക്കേണ്ടതല്ല, മറ്റുള്ളവർ അതുപോലെ ആകണം. എന്നിട്ട് പ്രാർത്ഥിക്കണം. നീ ഹല്ലേലൂയ എത്രമാത്രം അനുഗ്രഹമെന്ന് തിരിച്ചറിയണം. എത്രമാത്രം ദൈവം നിന്നെ സംരക്ഷിക്കുന്നു തിരിച്ചറിയണം. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒറ്റ ശത്രു, ഞാനിവിടെ വരുന്നത് ഞാൻ വെല്ലുവിളിച്ചോണ്ടാ പറയുന്നത്, പിശാചാണോ നീ ഇഞ്ഞു വാ കൊണ്ടുവാ. കാരണം ഇത് സഭയാ. നിന്റെ വിഷയം വലുതാണോ നീ കൊണ്ടുവാ. ഇത് സഭയാ. ഇതിനൊരു സംരക്ഷകനുണ്ട്. മൗനമായി ഇരുന്നിട്ട് നീ കിടന്നുറങ്ങുമ്പോ ഉറങ്ങാതെ മയങ്ങാതിരുന്ന് നിനക്ക് വേണ്ടി കാര്യം തീർക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ നീ ശക്തിയോടെ വിശ്വസിക്കണം. അസാധാരണമായ രീതിയിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അവൻ ന്യായമായി ഉത്തരം അരുളും. സ്തോത്രം. നമ്മളൊരു പാട്ട് പാടി ആരാധിക്കാൻ പോയി. ഏത് പാട്ടെന്നറിയാം? കർത്താവിന് സ്നേഹത്തിൽ എന്നും വസിച്ചിടുക, വൻകൃപ ഏകിടണം. ഇന്ന് പിള്ളേർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്നും അവസാനം അറിഞ്ഞൂടാത്ത പാട്ടാ പാടുന്നത്. നമുക്ക് ഇത് മിക്കവാറും അറിഞ്ഞൂടെ ആയിരിക്കും. സ്തോത്രം. ഇത് പഴയ പാട്ടാ. രോഗം, പാപം, പിശാച് എന്നെ
ദുഷ്ടഘോര ശത്രു എന്നെ എന്തുകൊണ്ടാ? അങ്ങേ ചിറകിൻ മറവിൽ എന്റെ വിശ്വാസം എന്തൊക്കെ കുറവുണ്ട് അതെല്ലാം ദൈവം നിറവാക്കണം. ശക്തിയോടെ കരുത്തോടെ ആരാധിക്കണം. പിശാച് തകരാൻ പോവുക. പൈശാചി ശക്തികൾ, പിശാചിന്റെ ഉപദ്രവം എന്നൊക്കെ പേടിച്ചും ഭയന്നൊന്നും ഇതിനകത്തിരിക്കണ്ട. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ ഈ മിനിറ്റുകളിൽ കർത്താവിന്റെ വിടുതൽ ഇതിനകത്ത് വെളിപ്പെടും. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്താൻ, പ്രാർത്ഥിപ്പാൻ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. ഒരുമിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആമേൻ ഈ വചനം ഹൃദയത്തിനകത്ത് ഏറ്റെടുത്തവരിൽ ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാനോ സ്നാനപ്പെടാനോ ഒക്കെ തീരുമാനം. ഞാൻ പറഞ്ഞല്ലോ ആമേൻ ഹല്ലേലൂയ. ആരുടെയും നിർബന്ധവും മറ്റൊന്നുമല്ല ഇതിന്റെ പുറകിൽ. നിനക്ക് രക്ഷ, നിനക്ക് സംരക്ഷണമാണ്. സ്തോത്രം. അത് ഹല്ലേലൂയ അസാധാരണമായ നിലകളിൽ നിന്നെ സംരക്ഷിക്കും. അത് കിട്ടിയവൻ തുള്ളിച്ചാടി ആരാധിച്ചോണ്ട്. നീ മൗനമായി നിൽക്കുന്നെങ്കിൽ നീ പേടിക്കുന്നെന്ന, നീ അതിനകത്തല്ലെന്ന. ന്യായം കിട്ടാൻ പോവുക. ആമേൻ ഇല്ലെന്ന് പറഞ്ഞത് വിളിച്ചു തരാൻ പോവുക. എതിർത്തവൻ മുട്ടുമടക്കാൻ പോവുക. ഇന്ന് ഹല്ലേലൂയ അശൂർ പാളയം ആമേൻ ഹല്ലേലൂയ ഒറ്റ രാത്രി ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മുഖാന്തരമായതുപോലെ മൗനമായിരുന്ന ആമേൻ സ്തോത്രം നീയും ഞാനും അസാധാരണമായി ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ കാണാൻ പോകുക. ന്യായമായി വിധിക്കുന്നവന്റെ കരത്തിൽ കാര്യം പരമേൽപ്പിച്ചേച്ച് സന്തോഷത്തോടെ ആരാധിക്കണം. കണ്ണുകളെ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഈ സന്ദേശം ഇനി കൊച്ചുമക്കളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ ആമേൻ ഹല്ലേലൂയ മുതിർന്നവരും അപ്പനമ്മ നിങ്ങളുടെ അധ്യാപകർ ഒക്കെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾക്ക് സംരക്ഷണ ഭിത്തിയാണ്. സഭയോട് പറയുന്നു, നിങ്ങൾക്ക് ആലോചന കിട്ടുന്നെങ്കിൽ, സഭ നിങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുണ്ടെങ്കിൽ, ദൈവദാസനക്ക് അനുഗ്രഹം ഉറപ്പുണ്ടെങ്കിൽ ലജ്ജിക്കേണ്ട. സ്തോത്രം പറ ദൈവത്തിന്. ഹല്ലേലൂയ. അതിന് മടിക്കൊന്നും വേണ്ട. സ്തോത്രം പറ കർത്താവിന്. സ്തോത്രം പറ. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. അനുസരിക്കാതെ എടുത്തു ചാടുന്നവരുണ്ടെങ്കിൽ ഗൗരവത്തോടെ മടങ്ങി വാ. ഹല്ലേലൂയ. അത് അനുഗ്രഹമാണ്. അനുസരിക്കുന്നവർ സ്തോത്രം ചെയ്യും. മുതിർന്നവർ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആമേൻ ഹല്ലേലൂയ രക്ഷിക്കപ്പെടാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഞാൻ ആരോടും നിർബന്ധിക്കരുത്. നിങ്ങൾക്ക് വചനം ബോധ്യപ്പെട്ടിട്ട് ആമേൻ ഹല്ലേലൂയ നിങ്ങൾ തീരുമാനിക്കുന്ന യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി നാഥനായി കൈക്കൊള്ളാത്തവരുണ്ട്. അവരെ സ്വീകരിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ ആരാധിച്ചും പാടിയും പോകുകയല്ല, ഒരു ഉറപ്പ് അടിസ്ഥാനത്തിന് മേൽ പണിയണം. സ്നാനപ്പെടാത്തവരുണ്ടെങ്കിൽ സ്നാനപ്പെട്. നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഹല്ലേലൂയ മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ വചനം കേട്ടിട്ട് നിങ്ങൾക്ക് ആമേൻ ഹല്ലേലൂയ തീരുമാനമുണ്ടെങ്കിൽ എടുക്കുക. ഒരുമിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. ആ തീരുമാനത്തോടെ ഇതിനകത്ത് നിൽക്കുന്ന ഒരുമിച്ച്, ഇതിനകത്ത് നിൽക്കുന്ന സകലരും ഒരുമിച്ച് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ പോകുക. കുറച്ച് സമയം പ്രാർത്ഥിക്കണമെന്നുള്ളവർ പ്രാർത്ഥിച്ച് മുമ്പിലേക്ക് വരുമ്പോൾ തന്നെ ആരാധിപ്പാൻ ഹല്ലേലൂയ സന്തോഷത്തോടെ ഈ വചനത്തിന് മുമ്പിൽ തുള്ളിച്ചാടി ആരാധിക്കാൻ മനസ്സുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, നാളെഴുതി ദിവസം എഴുതി ആണ്ട് കുറിച്ച് സമയം തെറ്റാതെ എഴുതി വെച്ച് കാത്തിരുന്ന് വ്യക്തമായ പദ്ധതിയോടെ വന്നിട്ട് എന്നെ തകർക്കാതെ നിർത്തിയ നല്ല കർത്താവിന് ആമേൻ ഹല്ലേലൂയ ആമേൻ ഇന്ന് പകൽ മഹത്വം കൊടുക്കാൻ, ആ നല്ല സംരക്ഷകന് മഹത്വം കൊടുക്കാൻ എന്നെ ദൈവം നിർത്തിയതാണ്. ഞാൻ നിന്നതല്ലെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് നിന്ന്, സഭ ഒരുമിച്ച് നിന്ന്, ലോകമോ പാപമോ പിശാച് തൊടാതെ ആമേൻ ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്ത് അവിടുത്തെ ചിറകിന്റെ മറവിൽ നിന്ന് വളരാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗാനം നമുക്ക് സന്തോഷത്തോടെ കരങ്ങളെ അടിച്ചു ചേർന്ന് ഉത്സാഹത്തോടെ പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ.